ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്? കിൻഷിപ്പ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ? കിൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തൊക്കെ നമ്മൾ നോക്കി? കിൻഷിപ്പില് ഡിഫറെന്റ് കിൻഷിപ്പ് ടേംസ് അല്ലേ, യൂസേജ് ഓഫ് കിൻഷിപ്പ് ടേംസിനെ പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ഇന്ന് നമുക്കിനി നോക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ന്യൂ ഫോം ഓഫ് കിൻഷിപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ന്യൂ ഫോം ഓഫ് കിൻഷിപ്പ്. സോ പണ്ട് കിൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഉണ്ടാവുക? എങ്ങനെയാണ് നമ്മളൊരു കിൻഷിപ്പ് ഉണ്ടാവുക? വാട്ട് ഈസ് കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്നലെ നമ്മൾ പറഞ്ഞു കിൻഷിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പറഞ്ഞു. രണ്ട് ടൈപ്പ് ഉണ്ട്, റിയൽ ഉണ്ട്, പ്യൂട്ടേറ്റീവ് ഉണ്ട്. പക്ഷെ വാട്ട് ഈസ് കിൻഷിപ്പ് ഡെഫിനേഷൻ എന്തായിരുന്നു? ആ കോൺസെപ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് കിൻഷിപ്പിന്റെ ഡെഫിനേഷൻ. എന്താ? ഇറ്റ്സ് ആൻ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ത്രൂ കോൺസാഗ്വിനസ് ആൻഡ് അഫിനിയൽ റിലേഷൻഷിപ്പ്. എന്ന് പറഞ്ഞാൽ എന്താ വേണം? ബ്ലഡ് റിലേഷൻഷിപ്പോട് കൂടിയോ കല്യാണത്തോട് കൂടിയോ രണ്ടോ മറ്റ് മെമ്പേഴ്സുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ കുടുംബക്കാരെന്ന് വിളിക്കുന്നത് അല്ലെ? നമ്മളെ ബ്ലഡ് റിലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കല്യാണം കഴിച്ചുള്ള റിലേഷൻ ആയിരിക്കും. ഇതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. സോ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബ ബന്ധം അല്ലേ? അപ്പൊ കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ കിൻഷിപ്പിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ അത് തന്നെ ഓർത്താൽ മതി. ഇന്റർ കണക്ഷൻ ഓഫ് ഡിഫറെന്റ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ത്രൂ കോൺസാഗ്വിനസ് ആൻഡ് അഫിനിയൽ റിലേഷൻഷിപ്പോട് കൂടിയിട്ടാണ് എന്ന് പറയുന്നത് കിൻഷിപ്പ് എന്ന് പറഞ്ഞ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ജനറലി പണ്ട് കിൻഷിപ്പ് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ് ഉണ്ടാവുക? ട്രഡീഷണലി. ഇപ്പൊ ന്യൂ ഫോം ഓഫ് കിൻഷിപ്പുകളാണ് നമ്മൾ നോക്കാൻ പോവാന്ന് പറഞ്ഞത്. അപ്പൊ ഓൾഡ് ഫോം ഓഫ് കിൻഷിപ്പ് എന്തായിരിക്കും? ബേസിക്കലി എങ്ങനെ ഉണ്ടാവുള്ളൂ? ആകെ രണ്ട് മോഡലേ ഉള്ളൂ. എന്തായിരുന്നു? ഒന്ന് അഫിനിയൽ, രണ്ട് കോൺസാഗ്വിനസ്. ഒരു കിൻഷിപ്പ് കുടുംബം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ രണ്ട് മെത്തേഡ് ഉള്ളൂ. ഒന്നെങ്കിൽ ബ്ലഡ് റിലേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ മാരേജിൽ റിലേഷൻ ആയിരിക്കണം. ഈ രണ്ട് രീതിയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് പണ്ട് കിൻഷിപ്പുകൾ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ ന്യൂ ഫോം ഓഫ് കിൻഷിപ്പുകൾ പറയുന്നത് എന്താണ്? ഇപ്പം പണ്ടത്തെ പോലെ അല്ല. ഈ മാരേജ് മാത്രമല്ല, നമ്മളെന്ത് കണക്ഷൻസ്, നമ്മൾ ആ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കിൻഷിപ്പുകൾ, പുതിയ പുതിയ കിൻഷിപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായി വരുന്നുണ്ട്. കല്യാണം കഴിക്കണം എന്ന് നിർബന്ധം, അങ്ങനെയൊന്നും വേണം, കുടുംബം വേണമെന്ന് നിർബന്ധമില്ല. അല്ലാത്ത രീതിയിലും എന്താവാം? കിൻഷിപ്പ് റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും. സോ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് കിൻസ്, പുതിയ റിലേഷൻഷിപ്പ്, പാസ്റ്റ് കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പുതിയ കിൻഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ ഫസ്റ്റ് ഫോം ഓഫ് കിൻഷിപ്പ് എന്ന് പറയുന്നതാണ് എന്ത്? ഡോണർ കൺസീവ്ഡ് കിൻ ഓർ ഫാമിലി. ഡോണർ കൺസീവ്ഡ് കിൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ബേസിക്കലി എന്തുമായി ബന്ധപ്പെട്ട് വന്നാണ്? വിക്കി ഡോണർ സിനിമ കണ്ടിട്ടുണ്ടോ? വിക്കി ഡോണർ കണ്ടിട്ടില്ല? വിക്കി ഡോണർ സിനിമ കണ്ടിട്ടുണ്ട്? ഇല്ല. ആര് കണ്ടിട്ടില്ല? വിക്കി ഡോണറില് ബേസിക്കലി ആയുഷ്മാൻ ഖുരാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പേര് കേൾക്കുമ്പോൾ നിൽക്കാറ് വിക്കി ഡോണർ ആണ്. ആയുഷ്മാൻ ഖുരാൻ എന്താണ്? സ്പേം ഡൊണേറ്റർ ആണ്. അപ്പൊ ഇയാള് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ കുറെ പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പേം ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി സ്പേം ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇവരൊക്കെ ആരായിട്ട് വരും? എന്റെ ശരിക്കും ഞാൻ ഇവരുടെ ആരാണ്? ഡോണർ അച്ഛനാണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാദർ ആയിട്ടാണ് എന്ത് വരിക? ബേസിക്കലി ഫാദറിന്റെ മെത്തേഡ് നമ്മൾ പറഞ്ഞില്ലേ, ഫാദർഹുഡിനെ നമുക്ക് ഫ്രാഗ്മെന്റ് ചെയ്യാൻ പറ്റും ടെക്നോളജി വെച്ചിട്ട് അല്ലെ? നർച്ചറിങ് അച്ഛനുണ്ട്, ബയോളജിക്കൽ അച്ഛനുണ്ട്, സോഷ്യൽ അച്ഛനുണ്ട്. അപ്പൊ സോഷ്യോളജിക്കലി വരുന്നത്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാദർ അല്ലേ? അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവരൊക്കെ ശരിക്കും എന്റെ ബയോളജിക്കലി എന്റെ മക്കളാണ്. സോ അതൊരു പുതിയ ഡോണർ കൺസീവ്ഡ് ആണ്. ഡോണറോട് എന്ത് ചെയ്യാണ്? ഇപ്പൊ ഒരു പുതിയ ടെക്നോളജി വന്ന സമയത്ത് അച്ഛനും അമ്മയും മാത്രമല്ല ഉണ്ടാവുന്നത്, ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ഫോം ഓഫ് പാരന്റ്സും ഉണ്ടാവുന്നുണ്ട് അല്ലെ? ബേസിക്കലി പണ്ട് കുട്ടികൾ ജനിക്കുമ്പോൾ ഫാദർ മദർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ബട്ട് ബിക്കോസ് ഓഫ് ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂ ഫോം ഓഫ് ഫാദർ, അല്ലെങ്കിൽ ന്യൂ ഫോം ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്? മദർഹുഡ്, ഫാദർഹുഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ടെക്നോളജി കാരണം ഉണ്ടാവുന്നുണ്ട്. ഫാദർഹുഡ് ആൻഡ് മദർഹുഡ്, ന്യൂ ഫോം ഓഫ് മദർഹുഡ് ആൻഡ് ഫാദർഹുഡ് ഉണ്ടാവുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ വിക്കി ഡോണർ സിനിമയുള്ള പോലെ തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വെൻ സിംഗിൾ പാരന്റ് ഓർ കപ്പിൾ ചൂസസ് ടു ഡോണർ ഔട്ട് സ്പേം എംബ്രിയോ ടു ക്രിയേറ്റ് എ ചൈൽഡ്, ഈ പ്രോസസ്സിൽ നോട്ട് ഓൺലി ചിൽഡ്രൻ ബട്ട് ന്യൂ ഫോം ഓഫ് പാരന്റ്സ് ആർ ഓൾസോ ക്രിയേറ്റഡ്. പണ്ട് ഒരു രണ്ട് പാരന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ മൂന്നോ നാലോ പാരന്റ്സ് എന്ത് ചെയ്യാം? ഒരു കുട്ടിക്ക് ഉണ്ടാവാം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇതെങ്ങനെയാ വരുന്നത്? ഒന്നുകിൽ മൈറ്റോകോൺട്രിയ ഡൊണേഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്പേം ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം സാധാരണ രണ്ട് പാരന്റ്സ് ആയിരുന്നുണ്ടാവും, ഇത് മൂന്ന് പാരന്റ്സ് ഉണ്ടാവാം. ഇനി ഇത് ഭയങ്കരമായിട്ട് ഫ്രാഗ്മെന്റ് ചെയ്യാം. വേണമെങ്കിൽ നർസറി മദർ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വളർത്തുന്നത്, പാലൊക്കെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലാക്ടേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? വേറൊരു മദർ ആയിരിക്കും. അതേപോലെ തന്നെ ജനറ്റിക്കലി കൊടുക്കുന്ന ബയോളജിക്കൽ മദർ വേറെ ആയിരിക്കും. ക്യാരിയിങ് മദർ വേറെ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ മദർ എത്രയുണ്ട്? ജനറ്റിക് മദർ ഉണ്ട്, ക്യാരിയിങ് മദർ ഉണ്ട്, നർസറി മദർ ഉണ്ട്,
വേണേ നമുക്ക് പറയാം കംപ്ലീറ്റ് മദർ. ഇതെല്ലാം ഒന്നിച്ചു വരുന്ന ഒരു മദർ ഉണ്ട്, ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് കംപ്ലീറ്റ് മദർ. ഇനി ചിലപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻ വരാൻ പറ്റും. ക്യാരിങ് ആൻഡ് നർച്ചറിങ് ഒരാളാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാരിങ് ആൻഡ് ജനറ്റിക് മദർ ഒരാളാവാം. അപ്പൊ ഇത് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് മദർഹുഡ് ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതേപോലെ ടെക്നോളജി കൊണ്ട് ഫാദറും ഡിഫറെന്റ് ആവുന്നത്. ജനറ്റിക് ഫാദർ ഉണ്ടാവും, നർച്ചറിങ് ഫാദർ ഉണ്ടാവും, ആൻഡ് കംപ്ലീറ്റ് ഫാദർ ഉണ്ടാവും. ക്യാരിങ് ഫാദർ ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല, ക്യാരിങ് ഫാദർ ഉണ്ടാവില്ല. പക്ഷെ എന്തുണ്ട്, ജനറ്റിക്കൽ ഫാദർ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നർച്ചറിങ് ഫാദർ ഉണ്ടാവാം, കംപ്ലീറ്റ്. അപ്പൊ ഒരു ഡോണർ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ടെക്നോളജി കാരണം പുതിയ അഡ്വാൻസ്മെന്റ് വന്നപ്പം നോട്ട് ഓൺലി ഓൾഡ് പാരന്റ്സ് മാറിയിട്ട് എന്ത് ചെയ്തു, ന്യൂ ഫോം ഓഫ് പാരന്റ്ഹുഡ്, ന്യൂ ഫോം ഓഫ് കിൻഷിപ്പ് കൂടി ഇതിനകത്ത് വന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു ഫാമിലി, ഒരു കിൻഷിപ്പ് ന്യൂ ഫോം ഓഫ് കിൻഷിപ്പ് ആണ് ഡോണർ കൺസീവ്ഡ് ഫാമിലി കമ്മ്യൂണിറ്റി. നമ്മൾ നേരത്തെ ഡിഫറെന്റ് ഫോം ഓഫ് ഫാമിലി പഠിച്ചു. അത് ഇതും തമ്മിലുള്ള ബന്ധം എന്താ, വ്യത്യാസം എന്താ? ചെറിയ സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു അതിനകത്ത് എഴുതാൻ പറ്റും. പക്ഷെ ഇതെന്താണ്, കൈൻഡ് ഓഫ് കിൻഷിപ്പിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓൾഡ് ഫോം ഓഫ് കിൻഷിപ്പും ന്യൂ ഫോം ഓഫ് കിൻഷിപ്പും കേട്ടോ. അപ്പൊ ഡോണർ കൺസീവ്ഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ 2 ടൈപ്പ് ഓഫ് ഡോണർ കൺസീവ്ഡ് ഫാമിലി. ചില സമയത്ത് ഈ US-ലൊക്കെ സ്പേം ബാങ്ക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സ്പേം ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ ഒരാൾക്ക് സ്പേം ബാങ്ക്സിൽ പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഒരു കുട്ടീനെ വേണം, കുട്ടീനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ, നിങ്ങൾക്ക് എങ്ങനെ വേണ്ട ഒരു കുട്ടിയാണ് വേണ്ടതെന്നൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആദ്യത്തിന് ഒരു കുട്ടി വേണമെങ്കിൽ ആദ്യത്തിന് ചൂസ് ചെയ്യാൻ എന്തായിരിക്കും, നല്ല സൗന്ദര്യം വേണം. അപ്പൊ സൗന്ദര്യമുള്ള ഒരാൾ വേണം, ഹൈറ്റ് വേണം എന്ന് തീരുമാനിച്ചു. പാടാൻ കഴിവുള്ള ആളായിരിക്കണം, ബുദ്ധിയുള്ള ആളായിരിക്കണം. അപ്പൊ ആദിത്യന് എന്ത് ചെയ്യണം, ആദിത്യന് അപ്പൊ ഒരു സ്പേം വേണം ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദിത്യന് ഈ ബാങ്കിൽ പോയിട്ട് എന്ത് നോക്കും, ഈ പ്രൊഫൈൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, ഇത് ആരെ സ്പേം ആണുള്ളത്, അയാൾ മ്യൂസിഷ്യൻ ആണോ, അയാളുടെ ജോലി എന്താണ്, അയാളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അയാൾ ഒരു ക്രൈം ചെയ്ത ആളാണോ, മീൻസ് അങ്ങനെ ആളുകൾ എന്ത് ചെയ്യും, കുട്ടീനെ ചൂസ് ചെയ്യും. കാരണം ഈ DNA ഇതേ സെയിം മ്യൂസിക്കുള്ള DNA കിട്ടി കഴിഞ്ഞിട്ട് യേശുദാസിന്റെ മോനെ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലായിട്ട് പാട്ട് പാടുമല്ലോ, മനസ്സിലായോ? അപ്പം ആ DNA മാക്സിമം എന്താ പോസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആളുകളുണ്ട്. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ US-ലൊക്കെ ആളുകൾ നമുക്ക് വേണമെങ്കിൽ ഡോണേഴ്സ് ഇങ്ങനെ കുറെ എക്സ് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്പേം ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫൈനലി നിങ്ങൾ വിചാരിച്ചു നോക്കും, ഞാനൊരു 100 പേർക്ക് എന്റെ സ്പേം ഡൊണേറ്റ് ചെയ്തു. അപ്പൊ ആക്ച്വലി 100 പേര് ആണ് എന്റെ ബയോളജിക്കൽ ഫാദർ ആണ് ആക്ച്വലി ഞാൻ. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് US-ലൊക്കെ ഇങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട്. 2 രീതിയിൽ ഇതിനെ കാണാൻ പറ്റും. ഒന്ന്, ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ഒന്നൊരു ഡോണർ എന്ന രീതിയിലും ഞാനും എന്റെ മക്കളും. സോ ആനുവലി ഞാനൊരു ഇവന്റ് ഒക്കെ കോൾ ചെയ്യും. അതായത് എവിടെയെങ്കിലും നമ്മൾ എന്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യും, ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ വലിയ റിസോർട്ടിൽ എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് ചെയ്യുന്നു. 10-20 കുട്ടികളാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു. വർഷത്തിൽ ഒരു ദിവസം നമ്മൾ ഫുഡ് കഴിക്കുന്നു. നമ്മൾ കാരണം ഇതൊക്കെ എന്റെ മക്കളാണ് ബേസിക്കലി, അല്ലെ, എന്റെ ബയോളജിക്കൽ ഫാദറാണ്. അപ്പം ഇതൊരു റിലേഷൻ ആണ്, ഫാദർ, ബയോളജിക്കൽ ഫാദർ ആൻഡ് ചിൽഡ്രൻ എന്ന റിലേഷൻ. ഇവര് തമ്മിൽ ആരാണ് ആക്ച്വലി, ബിറ്റ്വീൻ ചിൽഡ്രൻ ആക്ച്വലി സിബ്ലിങ്സും ആണ്. പക്ഷെ അവർ വേറെ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്, വേറെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ബട്ട് ദേ ആർ ഓൾസോ ആക്ച്വലി സിബ്ലിങ്സ്, കിൻഷിപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. സോ ദർ ഇസ് എ ബിറ്റ്വീൻ ചിൽഡ്രൻ എന്തുണ്ട്, ദർ ഇസ് എ റിലേഷൻ ആസ് വെൽ ആസ് ബിറ്റ്വീൻ ഫാദർ, ബയോളജിക്കൽ ഫാദർ ആസ് വെൽ ആസ് ദി ചിൽഡ്രൻ. അപ്പൊ 2 തരത്തിൽ എന്ത് ചെയ്യും, ഒരു ഡോണർ കൺസീവ്ഡ് ഫാമിലി വരുമ്പം 2 തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. ദോസ് ബിറ്റ്വീൻ ഡോണർ ആൻഡ് റിസൾട്ടിങ് ഓഫ്സ്പ്രിങ്സ്, ഡോണറും ഓഫ്സ്പ്രിങ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ദാറ്റ് ഇസ് ബയോളജിക്കൽ ഫാദർ ആൻഡ് കുട്ടികൾ ഉണ്ടാവുന്നുള്ളത്. ആൻഡ് എമോങ് ദി ഓഫ്സ്പ്രിങ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെയിം ഡോണർ. മനസ്സിലായില്ല എന്തുപറ്റി? ആണും പെണ്ണും ആക്ച്വലി അവര് എന്താണ്, സിബ്ലിങ്സ് ആണ്, സിസ്റ്റർ ആൻഡ് ബ്രദർ ആണ്. സിസ്റ്റർ ആൻഡ് ബ്രദറിൽ സോഷ്യലി എന്ത് ചെയ്യാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അക്സെപ്റ്റ് ചെയ്യുന്ന ഫാമിലി, ഇത് ഡിപ്പെൻഡ്സ് ഓൺ സൊസൈറ്റി അല്ലേ. ഇപ്പം സിസ്റ്റർ ആൻഡ് ബ്രദർ വരുന്ന സമയത്തേക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഫാമിലികളുണ്ട്. ബേസിക്കലി എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, ജനറ്റിക്കൽ ഇഷ്യൂ. ശരിക്കും ഇതിനകത്തൊരു ബയോളജിക്കൽ ഫാക്ടർ കൂടി ഉണ്ട്. കാരണം ഒരേ സിസ്റ്റർ ആൻഡ് ബ്രദറോട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജനറ്റിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ടാവില്ല. ജനറ്റിക്കൽ ഡൈവേഴ്സിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഹ്യൂമൻസിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രോബ്ലംസ് കോംപ്ലക്സ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ജനറ്റിക് എന്ത് ചെയ്യണം, ഡെവലപ്പായി വരണം. അതിന് നമുക്ക് ഡിഫറെന്റ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തമ്മിൽ, എന്റെ സ്ട്രെങ്ത്തും വേറൊരാളുടെ സ്ട്രെങ്ത്തും എന്തായിരിക്കണം വരുമ്പോഴാണ് നല്ലൊരു ചൈൽഡ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ബ്രദറും സിസ്റ്ററും കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾ രണ്ടിന്റെയും ജനറ്റിക്സ് ഒന്നാണ്. അപ്പൊ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ എന്റെ സ്ട്രെങ്ത്തും ആ കുട്ടീന്റെ സ്ട്രെങ്ത്തും ഒന്നായിരിക്കും. അപ്പൊ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന കുട്ടിക്ക് ഞങ്ങൾ രണ്ടിന്റെ സ്ട്രെങ്ത് ഉണ്ടാവും. പക്ഷെ ആ വീക്ക്നെസ് എന്ത് ചെയ്യും, അതേപോലെ വലുതായി വരികയും ചെയ്യും. അപ്പം ആ ഒരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്യാനാണ് ചാൻസ്, ഇല്ലാതായി പോവാനും അത് വീക്ക് ആവാനുള്ള ചാൻസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, സിസ്റ്ററും
ബ്രദറും തമ്മിലുള്ള കല്യാണം പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ പണ്ടെന്തെങ്ങനെയായിരുന്നു ഇത് വന്ന സിസ്റ്ററും ബ്രദറൊക്കെ കല്യാണം കഴിക്കുമായിരുന്നു. ഇനി ഇതിന്റെ ഒരു ക്ലോസ് ആണ് കസിൻസ് വെഡിങ് എന്ന് പറയുന്നത്. എന്താണ്? മുറപ്പെണ്ണും മുറച്ചെറുക്കനും എന്താണ് കുടുംബത്തിൽ നിന്നല്ല കല്യാണം കഴിക്കുന്നത്. ഡയറക്റ്റ് അച്ഛൻ്റെ അമ്മേന്റെ മക്കളെല്ലാം എന്നേ ഉള്ളൂ അല്ലെ? എന്താണ്? അമ്മേന്റെ അനിയനല്ലേ കല്യാണം? മുറച്ചെക്കൻ എന്ന് പറഞ്ഞ അമ്മേന്റെ അനിയനല്ലേ? അമ്മേന്റെ ആംഗ്ലേന്റെ മോനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഫസ്റ്റ് കസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാരേജ് ചെയ്യുന്നത്, വിച്ച് ഈസ് കൈൻഡ് ഓഫ് അലൗഡ്. സോ അത് എന്താണ്? കൈൻഡ് ഓഫ് ഒരു അലോ. അതിന് വേറൊരു റീസൺ ഉണ്ട്, എക്കണോമിക്കൽ റീസൺ ഉണ്ട് എന്തുകൊണ്ടാണ് അത് അലൗഡ് ആവാനുള്ള കാരണം എന്നുള്ളത്. ഓക്കെ, സോ ഓരോ സൊസൈറ്റിക്ക് അനുസരിച്ച് അത് മാറാം. അപ്പം ആ സൊസൈറ്റി ബേസ് എന്ത് ചെയ്യുന്നു? മാറും. അപ്പൊ ഇങ്ങനെ നമ്മൾ റിലേഷൻ വന്നു എന്ന് വെച്ചാൽ ഒരു കല്യാണം സംഭവിക്കുന്നതുകൊണ്ടൊന്നും ആക്ച്വലി അവർക്ക് തമ്മിൽ, കാരണം ഡിഫറെന്റ് ഫാമിലി, സോഷ്യലി ഡിഫറെന്റ് ഫാമിലി അല്ലേ ഇവരെല്ലാവരും. അപ്പൊ അവർ തമ്മിൽ അങ്ങനെ റിലേഷൻഷിപ്പ് ആയെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ DNA പ്രകാരം എന്ത് ചെയ്യാൻ പാട്? കോംപ്ലക്സ് ആണെന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട്, കാരണം സോഷ്യലി അവർ സിസ്റ്റേഴ്സ് അല്ല ബേസിക്കലി, അല്ലെങ്കിൽ ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ല. ഈ ഒരു കണക്ഷന്റെ പേരിലാണല്ലോ ന്യൂ ഫോം ഓഫ് ഫാമിലി. അപ്പൊ എന്താവാം? ഒന്ന് ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് ഓഫ്സ്പ്രിങ്, ആൻഡ് ബിറ്റ്വീൻ ദി ഓഫ്സ്പ്രിങ്സും ആയിട്ടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പറ്റും. ആൻഡ് അനദർ ഫാമിലി, പുതിയ കിൻഷിപ്പ് ഗ്രൂപ്പാണ് ഫാമിലി വീറ്റൂസ്. അതെന്താണ്? സെയിം സെക്സ് ഫാമിലി. അത് പണ്ടുണ്ടായിരുന്നില്ല അല്ലെ? പണ്ടെന്തായിരുന്നു? ഓപ്പോസിറ്റ് സെക്സ്, ഹെട്രോസെക്ഷൽ മാരേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹോമോസെക്ഷൽ മാരേജസ് ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അത് ന്യൂ ഫോം ഓഫ് ഫാമിലി ആണ്. ഈ ഹോമോസെക്ഷൽ ഫാമിലീസ് കണക്ഷൻ ബിറ്റ്വീൻ സിമിലർ സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ള ആളുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇവർക്ക് എന്താണ്? സെക്ഷൽ ഓറിയന്റേഷൻ പണ്ട് ഓപ്പോസിറ്റ് ആയിരുന്നു. ഇപ്പൊ എന്താണ്? മെൻ ടുവേർഡ്സ് മെൻ ആണ്, വുമൺ ടുവേർഡ്സ് വുമൺ ആയിരിക്കും. അപ്പം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ്, ഈസ് കൈൻഡ് ഓഫ് എ ന്യൂ ഫോം ഓഫ് കിൻഷിപ്പ് ഗ്രൂപ്പ് ആണ് എന്ന് നമ്മൾ പറയാൻ പറ്റും. ആൻഡ് അനദർ കൈൻഡ് ഓഫ് കിൻഷിപ്പ് ഗ്രൂപ്പ് ഈസ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി. അതും ഒരു കിൻഷിപ്പ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ, മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്നത് ദേ ആർ കൈൻഡ് ഓഫ് എ ഗ്രൂപ്പാണ്. അവരെന്ത് ചെയ്യും? അവർ പ്രവർത്തിക്കുന്നതെല്ലാം ഏകദേശം ഒരേപോലെ ആയിരിക്കും. ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടിന്റെ പോസ്റ്റിനടിയിൽ പോയിട്ട് എന്ത് ചെയ്യുക? ചീത്ത വിളിക്കുക. ഇവരെല്ലാരും എന്ത് ചെയ്യും? ആ ചീത്ത വിളിക്കും. ഇവരെല്ലാരും മോഹൻലാലിന്റെ പടത്തിൽ ഫസ്റ്റ് ഡേ പോയിട്ട് ഫസ്റ്റ് ഷോ കാണും. ആൻഡ് ദേ വിൽ പിന്നെ വെരി പ്രൗഡ് ദാറ്റ് മോഹൻലാലിന്റെ ഫാൻ ആണെന്നുള്ള രീതിയിൽ പ്രൗഡ് ആയിരിക്കും. ഇപ്പൊ നെഞ്ചിനകത്ത് ലാലട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റും ഒക്കെ കുത്തി നടക്കും. സോ സെയിം കമ്മ്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫാൻ ഫോളോയിങ് ഒരു കമ്മ്യൂണിറ്റി ഡിജിറ്റൽ യുഗത്തിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗെയിമർ കമ്മ്യൂണിറ്റി, ഇപ്പൊ ഗെയിം കളിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഗെയിം കളിക്കുന്ന ആളുകൾ തമ്മിലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഇവർ മീറ്റപ്പ് പ്ലാൻ ചെയ്യും. ആൻഡ് ദേ കൺസിഡർ ദിസ് കൈൻഡ് ഓഫ് എ ഫാമിലി. ആൻഡ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ടാവും. ഗെയിമർ കമ്മ്യൂണിറ്റിക്ക് ഒറിജിനൽ പേരായിരിക്കില്ല, പലർക്കും പല പേരുകളായിരിക്കും. ഇവരിങ്ങനെ ഇപ്പൊ തൊപ്പി ഗെയിമർ സ്ട്രീം ചെയ്യുന്ന ആളാണ്, അയാൾ ഒറിജിനൽ പേരാണോ? തൊപ്പി. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും കുട്ടൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റോക്ക് സ്റ്റാർ, അങ്ങനെ പല പല പേരുകൾ, ഒരു രസകരമായ പേരുകളായിരിക്കും. ഇവരൊരു കാർട്ടൂണിഷ് പേരുകളായിട്ടാണ് ഇവരുടെ ഓരോ ഗെയിമിംഗ് പ്രൊഫൈൽസ് ഉണ്ടാക്കുക. സോ ഇവരെന്ത് ചെയ്യും? ഇവര് എല്ലാ ഇയറിലും ഇവർ തമ്മിൽ കാണും, മീറ്റ് ഒക്കെ ചെയ്യും. ബേസിക്കലി എന്റെ അനിയൻ ഒരു ഗെയിമർ ഭ്രാന്തനായിരുന്നു. ഇവന് ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂരാണ് ഇവരെ മീറ്റപ്പ്. ഇവര് കേരളത്തിൽ നിന്നുള്ള എല്ലാ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി, കാരണം ഇവര് ഒന്നിച്ചാണല്ലോ ഗെയിം കളിക്കുക, ലൈവ് സ്ട്രീമിംഗ് ആണ് ഗെയിം കളിക്കുക. ഇവര് പലരും പല സമയത്ത് ഒന്നിച്ച് കളിക്കും. അത് അവിടുന്ന് വെടിവെക്കലും തിരിച്ചു വെടിവെക്കലും ഭയങ്കര ഒറ്റപ്പാടും ബഹളമൊക്കെ ആയിരിക്കും റൂമുകാർക്ക്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഇവരുടേതായ ഒരു രീതിയുണ്ട്. ഇവർ ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ്, ഗെയിമിംഗ് ലാപ്ടോപ്സ്, ആ ലൈറ്റിങ്ങിന് RGB ലൈറ്റിംഗ്, അതെല്ലാം ഇവർക്കെല്ലാം ഒരേപോലെ ആയിരിക്കും ഇവരെ കാണാം. ഇവരുടെ ഡ്രസ്സിംഗ് പാറ്റേൺ ഒക്കെ കുറെ സാധനങ്ങൾ ഒരേപോലെയാണ്. പൊതുവെ ജെൻസി മോഡൽ തന്നെയായിരിക്കും ഇവർ പൊതുവെ എല്ലാ ഡ്രസ്സിംഗ് പാറ്റേൺസ് ഇവർ യൂസ് ചെയ്യുക. സോ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ബിക്കോസ് ഓഫ് വി ആർ ഷെയറിംഗ് സിമിലർ ഇൻട്രസ്റ്റ്, വി ഫീൽ കൈൻഡ് ഓഫ് എ ഫാമിലി. അവിടെ എന്തല്ല കല്യാണം കഴിച്ചിട്ട് ബ്ലഡ് റിലേഷൻ ഒന്നല്ല ഫാമിലിന്റെ റീസൺ. നമ്മൾ എന്തോ സാധനത്തിന് ആരാധിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ മൈക്കിൾ ജാക്സന്റെ വേടന്റെ ആരാധകർ എന്തോ സംഭവിക്കുന്നു? നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എന്ന് പറയുന്നത്, അത് നമ്മളൊരു ഫാമിലി ആയിട്ട് പോലെ നമ്മളെ യോജിപ്പിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡിജിറ്റൽ കിൻഷിപ്പ്. It includes completely beyond, elementary families which feels relatedness with each other on social media, website, gaming ഒക്കെ എന്ത് ചെയ്യുന്നു? നമുക്ക് റിലേറ്റഡ്നെസ് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫാൻസ് ഓൺലൈനില്, ഇപ്പൊ സച്ചിനെ അറിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു പോവാ, എന്ത് ചെയ്യാ? കുറെ പള്ള വിളിക്കുക, തെറി വിളിക്കുക, അല്ലെ? ഇതൊക്കെയാണ് ചെയ്തത്. പക്ഷെ മറ്റേ ഇവള് ഇട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ റഷ്യൻ ശരത് പർവയായിരുന്നു പണ്ട് കുറെ വർഷം മുമ്പ്. എന്തായിരുന്നു പുള്ളിക്കാരി? മലയാളം പഠിക്കണമെന്ന് ലാസ്റ്റ് കുറെ മലയാളികളായിരുന്നു. ഇപ്പം മലയാളികൾ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കിൻഷിപ്പ് ഒക്കെ ഫീൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം there is a recent incident in Instagram that Malayali 100% literacy
എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോൾ ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര റിയാക്ഷൻ ആയിരുന്നു തിരിച്ച് മലയാളികളുടെ ഭാഗത്തു നിന്ന്. അവന്മാരെല്ലാം അത് ഇട്ടിട്ട് പേജ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ യു ഫീൽ ലൈക്ക് അവിടെ നിങ്ങൾ എന്താണ് ഒരു ഫാമിലി പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ? നമ്മളെല്ലാം കൈൻഡ് ഓഫ് ഫാമിലി. അടുത്ത മൊമെന്റിൽ വി വിൽ തിരിച്ചടിക്കും. പക്ഷെ അതൊരു കറക്റ്റ് സ്ട്രോങ് ഗ്രൂപ്പ് അല്ല. ഇവിടെ കുറച്ചുകൂടി സ്ട്രോങ് ഗ്രൂപ്പ് ആയിരിക്കും. കാരണം അവർ ആ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നിന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇവർ എന്തെങ്കിലും ഇന്റർ കണക്ഷൻ ചെയ്യുന്നത്. അവരുടെ ഐഡിയോളജി ആ കാര്യത്തിൽ സെയിം ആയിരിക്കും. മറ്റേത് ഇഷ്യൂ ബേസ്ഡ് ആണ്. ബേസിക്കലി അതെന്താണ് മൊബിലൈസിങ് നമ്മൾ ചെയ്യില്ലേ, അതിന്റെ എക്സാക്ട് ഡിജിറ്റൽ വേർഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ മലയാളി 100% ലിറ്ററസിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരാളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം പോലെ തന്നെ നമ്മൾ അയാളെ ഡിസ്ട്രോയ് ചെയ്യാണ്. ഇത് ഡിജിറ്റലി ആണെന്ന് മാത്രം. ഇത് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ ആളെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്രൗഡ് ആയിരുന്നെങ്കിൽ ആ ക്രൗഡിൽ ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് അനുസരിച്ച് ഇയാൾ എന്ത് ചെയ്തേനെ, ഇവരെ തല്ലിക്കൊണ്ട് തന്നെ അല്ലെ. അപ്പൊ ക്രൗഡും മൊബും തമ്മിൽ ഡിഫറൻസ് എന്താ? ക്രൗഡും മൊബും തമ്മിൽ ഡിഫറൻസ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൗഡ് ആൻഡ് മൊബ്? ഇപ്പൊ നമ്മൾ മൊബ് ലിഞ്ചിങ് എന്ന് പറയില്ലേ, ക്രൗഡ് ലിഞ്ചിങ് എന്ന് പറയോ? ഇല്ല, അതെന്താ വ്യത്യാസം എന്താ? ക്രൗഡ്, മൊബ്. ഇപ്പൊ നമ്മള് ലുലു മാളില് 50% ഓഫ് പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ പോയി നോക്കിയിട്ടുണ്ടോ? അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അറിയാലോ. എന്തായിരിക്കും? അടുക്കാൻ പറ്റില്ല അല്ലെ. എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ക്രൗഡ്. അവിടെ എന്ത് ചെയ്യും? നിങ്ങൾ പോകുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്ത് പോകുന്നു, നിങ്ങൾ ഇഷ്ടമുള്ള സാധനം മേടിക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ തമ്മിൽ ഒരേ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. മൊബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ക്രൗഡിന് ചാർജ് കയറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ചാർജ് ക്രൗഡിനെയാണ് നമ്മൾ മൊബ് എന്ന് വിളിക്കുക. ദർ വിൽ ബി എ ചാർജ്. ഫോർ എക്സാമ്പിൾ അവിടെ ബോംബ് വെച്ചെന്ന് പറഞ്ഞു, ദെൻ എവരിബഡി വിൽ ബി ഹാവിങ് എ യുണൈറ്റഡ് ആക്ഷൻ ഉണ്ടാവും. എല്ലാവരും ഒരു സ്ഥലത്തേക്ക് കൂടും അല്ലെങ്കിൽ പല സ്ഥലത്തേക്ക് കൂടും. അവിടെ എന്ത് ചെയ്യും? ഇത്രയും ക്രൗഡ് ലുലുമാളി വന്നിട്ട് ഒരാൾ പോലും മരിച്ചില്ല. കാരണം എന്താ? ദർ ഇസ് നോ ചാർജ്. ബട്ട് ഇവിടെ മൊബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവിടെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഡെത്ത് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ആളുകൾ തമ്മിൽ തല്ലി അല്ലെ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ തുടങ്ങും. ഇപ്പം മൊബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വരുന്നു, ഇപ്പൊ കുറെ പേര് ഇരിക്കുന്നു, അത് ക്രൗഡാണ്. ഇതിൽ ഒരുത്തൻ എന്ത് ചെയ്യുന്നു? കുട്ടീനെ അടിച്ചു മാറ്റി വന്നവനാണെന്ന് ഒരുത്തൻ അലിഗേഷൻ ഉണ്ടാക്കുന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് ദേഷ്യം വരുന്നു. ദേ ഹാവ് എ ചാർജ്. അപ്പൊ ആ ചാർജ് മെന്റാലിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സംതിങ് എനർജി മോർ ദാൻ. ഇപ്പൊ നമ്മൾ ഇത്രയും പേരുണ്ട്, ഇത്രയും പേര് ഇപ്പൊ എന്താണ്? ഇതൊരു ക്രൗഡാണ് എന്ന് വിചാരിക്കാം. നമ്മൾ തമ്മിലൊരു എനർജി ചാർജിലല്ല ഇപ്പൊ. ഓക്കെ. നേരെ മറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മൾക്ക് ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ തല്ലിക്കൊല്ലണം, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വന്നു, അല്ലെങ്കിൽ ഇവൻ ബീഫ് കഴിച്ചു, നമ്മൾ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചാർജ്ഡ് ആയി കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ എല്ലാവരും കൂടുന്നതിനെക്കാട്ടും എനർജി, നമ്മൾ എല്ലാവരുടെ എനർജി കൂട്ടുന്നതിനെക്കാട്ടും സം ഓഫ് ഓൾ എനർജിനെക്കാട്ടും കൂടുതലായിരിക്കും നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. സംതിങ് എക്സ്റ്റേണൽ എനർജി അവിടെ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഓക്കെ. So that is mob. So digital kinship. So what are the different type of kinship എന്ന് പറയുന്നത്? ഒന്ന് donor conceived kins, അതുപോലെ donor conceived family community. That is two type of family community will be there, and family we choose ഉണ്ട്. അതേപോലെ തന്നെ digital community എന്താണ്? kinship communities ഒക്കെ different type ആണ്. പണ്ട് ട്രഡീഷണലി ഉള്ള കോൺസാഗ്യുനസ് ആൻഡ് അപ്പൊ നമുക്കിത് കൺക്ലൂഷൻ ഭാഗത്തേക്ക് എഴുതുമ്പോൾ കിൻഷിപ്പ് പണ്ട് കോൺസാഗ്യുനസ് ആൻഡ് അപ്നയിൽ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ കിൻഷിപ്പ് ഹാസ് ഡൈവേഴ്സിഫൈഡ് ഇൻ ദ പോസ്റ്റ് മോഡേൺ സൊസൈറ്റി. Their kinship is way beyond blood relation and affinal relationship, such as homosexual relationship, digital community relationship ഒക്കെ രീതിയിൽ കിൻഷിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറെന്റ് ആയി മാറിയിട്ടുണ്ട്. ഓക്കെ. ഇനി അനദർ ടേംസ് വിത്ത് റെസ്പെക്ട് ടു കിൻഷിപ്പിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ലീനേജ് ആൻഡ് ഡിസെന്റ്. ലീനേജ് ആൻഡ് ഡിസെന്റ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? മാറി മാറി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടേം ആണ്. എന്താണ് ലീനേജ് ആൻഡ് ഡിസെന്റ്? ലീനേജ് കേട്ടിട്ടുണ്ടോ? എന്താണ് ഡിസെന്റ് കേട്ടിട്ടുണ്ടോ? എന്താണ് ലീനേജ്? പറ. പാരമ്പര്യം. പിന്നെ പാരമ്പര്യമാണ്. പാരമ്പര്യം നോക്കുന്നത് ലീനേജ് നോക്കിയിട്ടാണ് നമ്മുടെ പാരമ്പര്യം അളക്കുന്നത്. ഓക്കെ. ലീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസസ്റ്റേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ട്രേസ് ചെയ്ത് പോവാണ്. പക്ഷെ ഒരു ലൈനിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വൺ ലൈൻ ലീനേജ്. ഒരു ലൈനിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആൻസസ്റ്റേഴ്സിന് നമ്മൾ ട്രേസ് ചെയ്യുള്ളൂ. ഇങ്ങനെ നമുക്ക് നോൺ ആയിട്ടുള്ള ഒരു 5 or 6 ജനറേഷൻ വരെ ചിലപ്പോൾ നമുക്ക് ട്രേസ് ചെയ്ത് പോകാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ലീനേജ് എന്ന് പറയാം. സിംഗിൾ ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആൻസിസ്റ്റേഴ്സിനെ നമ്മൾ ട്രേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലീനേജ് എന്ന് പറയുക. ബേസിക്കലി ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കും, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഐഡന്റിറ്റി ഒക്കെ ഈ ലീനേജ് വഴിയാണ് നമുക്ക് വരിക. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സണ്ണാണെങ്കിൽ സിംഗിൾ ലൈനാണ്. ഒന്നെങ്കിൽ അമ്മയിലേക്ക് പോവാം, അല്ലെങ്കിൽ എന്തിൽ പോകണം? ഫാദറിൽ പോവാം. ഫാദറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ? ഗ്രാൻഡ് ഫാദറിന്റെ ഫാദർ,
അതിന്റെ ഫാദർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നോക്കിപ്പോ മദറിലും നോക്കാം. ഇപ്പൊ ഡോട്ടർ ആണ് അല്ലെങ്കിൽ സണ്ണാണ്, മദർ, ഗ്രാൻഡ് മദർ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, പക്ഷെ ഒറ്റ ലൈൻ ആയിരിക്കണം. ആ ലൈനിലൂടെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ വൺ സിംഗിൾ ലൈനിലൂടെ നമുക്ക് കണക്ഷൻ ബിറ്റ്വീൻ നമ്മുടെ ആൻസിസ്റ്റേഴ്സും ആയിരിക്കുന്ന ആളുകളായിട്ടുള്ള കണക്ഷൻ നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലീനിയേജ് എന്ന് വിളിക്കുക. ഇവിടെ ഒരു കാര്യം എന്താണ്? ഈ ലീനിയേജിന്റെ എക്സ്റ്റെന്റ് എന്തായിരിക്കും? എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ഒരുപാട് അങ്ങ് കണക്ട് ചെയ്ത് വർഷങ്ങളോട് നമുക്ക് പോകാൻ പറ്റില്ല. നോൺ ആയിട്ടുള്ള ആളുകൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു 5-6 ജനറേഷൻ വരെയൊക്കെ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? നമുക്ക് പോകാൻ പറ്റുമായിരിക്കും. ചില സമയത്ത് ഇമാജിനറി ലീനിയേജിലേക്ക് നമ്മൾ പോകും. ഇപ്പൊ ഗോത്ര, എന്താണ് ഗോത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയും നമ്മൾ ജനിക്കുന്ന ഓരോ ഗോത്രത്തിന്റെ ഭാഗമായിട്ടെന്ന് പറയും. ഇപ്പം പാമ്പിന്റെ ഗോത്രമുള്ള ആളുകളുണ്ട്, അല്ലെ? ശിവന്റെ ഗോത്രമുള്ള ആളുകളുണ്ട്. സോ ദിസ് ഇസ് കൺസിഡർ ആസ് എ ക്ലാൻ ഗ്രൂപ്പ്. ഗോത്രം, ക്ലാൻ ഗ്രൂപ്പ് എന്ന് പറയും. ഇതെന്താണ്? ഒരു ലീനിയേജ് പോലെയാണ്. നമ്മൾ ഏതിന്റെ ആൻസിസ്റ്റേഴ്സ് ആണ്, നമ്മൾ ഇന്ന ആളുകളുടെ, ഇതെന്താണ്? ഒരു ഫിക്റ്റീവ് ആണ്, ഇത് റിയൽ അല്ല. നമ്മൾ കുറച്ചൊരു ഇമാജിനറി ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ആൻസിസ്റ്റേഴ്സ് നൈദർ ലിവിങ് ആവാം, ഡെഡ് ആവാം. പക്ഷെ ഇമാജിനറി നേച്ചർ ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ ക്ലാനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗോത്ര എന്ന് നമ്മൾ ഹിന്ദു ഫിലോസഫിയിൽ വിളിക്കുന്ന ഗോത്രയാണ് എന്തെന്ന് വിളിക്കുന്നത് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ സപ്ത ഋഷിമാരുടെ പിന്മുറക്കാരാണെന്ന് ചില കുടുംബക്കാർ വിളിക്കും. ഓരോ ഋഷിമാരാണ് ഓരോ വലിയ വലിയ ആളുകളുടെ പിന്മുറക്കാർ. അവരുടെ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ന ഋഷിയായിരിക്കും. അങ്ങനെ ഓരോ ഋഷീന്റെ പിന്മുറക്കാരാണ് അവര് എന്ന രീതിയിലായിരിക്കും അവർ ചെയ്യുക. ഡിസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷൻ എങ്ങനെയാണ് മറ്റൊരു ജനറേഷനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡിസെന്റ് എന്ന് പറയുന്നത്. ഡിസെന്റ് ഇസ് എ ലാർജർ ഗ്രൂപ്പ്. നമ്മൾ ഈ ജനറേഷൻ എങ്ങനെയാണ് എന്റെ പാരന്റ്സുമായി കണക്റ്റഡ് ആയിരിക്കുന്നത്, നമ്മുടെ പാരന്റ്സുമായിട്ട് ഗ്രാൻഡ് പാരന്റുമായിട്ട് എങ്ങനെയാണ് കണക്ട് ആക്കിയിരിക്കുന്നത്, ഇങ്ങനെ ഈ കണക്ഷൻ എടുക്കുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസെന്റ് എന്ന് വിളിക്കുക. ഇപ്പൊ നമ്മൾ ഒരു ഫാമിലി ട്രീ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഫാമിലി ട്രീയിൽ കുറെ ബ്രാഞ്ചസ് ഉണ്ടാവുമല്ലോ. ഈ എന്റെ ട്രീ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഡിസെന്റ് എന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ ഈ ഭാഗം നമുക്ക് ആരാന്നുകൂടി അറിയില്ല. ഈ ട്രങ്ക് ആണ് മേജർ. ഫൈനലി ഇതെന്താണ്? ഒരു ഫാമിലിയാണ്. ഈ ഫാമിലി തമ്മിലുള്ള ബന്ധം പോലും നമുക്കറിയില്ല. തിരിച്ചിവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇതിന്റെ ബന്ധമായിരുന്നുള്ളൂ. അപ്പൊ ഈ ട്രീ ബ്രാഞ്ച് നമുക്കറിയില്ല. ഈ ബ്രാഞ്ച് എത്തി ഈ റൂട്ട് വരെ എത്തുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? ലീനിയേജ് എന്ന് വിളിക്കാം. ഈ എന്റെ ട്രീ ആണ് എന്തെന്ന് പറയുന്നത്? ഡിസെന്റ് എന്ന് പറയുന്നത്. സോ ഡിസെന്റ് ഈസ് സംതിങ് ഹൗ one generation links in the principle which is linking one generation to another generation in a systematic manner ആവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസെന്റ് എന്ന് വിളിക്കുക. ഈ ഡിസെന്റ് ആൻഡ് ലീനിയേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സൊസൈറ്റി. നമ്മളൊരു ജനറേഷൻ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തിനൊക്കെയാണ് നമ്മൾ ഡിസെന്റ് ലീനിയേജ് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഒന്ന് നമ്മുടെ പാരമ്പര്യം നോക്കണം. പാരമ്പര്യം നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? അത് ആക്ച്വലി എന്താണ്? നമ്മുടെ സോഷ്യൽ ഐഡന്റിറ്റി ആണ്, അല്ലെ? നമ്മൾ ഏത് കുടുംബത്തിലാണ് അതിന് പ്രകാരം നമുക്കൊരു വാല്യൂ കിട്ടും, അല്ലെ? അപ്പൊ സോഷ്യൽ ഐഡന്റിറ്റി കിട്ടും. പിന്നെയോ അത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടർ ഉണ്ട്. കല്യാണം കഴിക്കാൻ പറ്റുക, എവിടെ കല്യാണം കഴിക്കാം, എവിടെ കല്യാണം കഴിക്കണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. സെയിം ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട ഒരു ഇപ്പം ഫാദറിന്റെ സൈഡിൽ നിന്ന് അവളെ മെയിൻ കാര്യം പറഞ്ഞു, അല്ലെ? ഇപ്പൊ ആരെ ഫാദറിന്റെ കുടുംബമാണ് ഇവര്, ഏത് കുടുംബത്തിൽ നമ്മൾ ഇന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല. ചില ഇപ്പൊ നോർത്ത് ഇന്ത്യയില് സെയിം കുടുംബത്തിൽ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ എത്ര കുടുംബം മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് എത്ര സ്റ്റെപ്പ് മാറണം? ഇപ്പൊ താപ്യത എന്ന് പറഞ്ഞ 7 സ്റ്റെപ്പ് ഓഫ് ജനറേഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആരെ കല്യാണം കഴിക്കാൻ പറ്റും, ആരെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് നോക്കണമെങ്കിൽ ഡിസെന്റ് ആൻഡ് ലീനിയേജ് നോക്കണം. പിന്നെ ഇൻഹെറിറ്റൻസ്, സ്വത്ത് കിട്ടണ്ടേ? സ്വത്ത് കിട്ടണമെങ്കിൽ ആര് എന്ത് നോക്കണം? മുത്തച്ഛന്റെ സ്വത്ത് അച്ഛന് വന്ന അത് ആ സ്വത്തിന്റെ റൂട്ട് നോക്കണം. അങ്ങനെയാണ് കുടുംബ സ്വത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫാക്ടർ ഞാൻ അതായിരുന്നു ഉദ്ദേശിച്ചത്. കുടുംബ സ്വത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ലീനിയേജ്, ഡിസെന്റ് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ ഡിസെന്റ് ആൻഡ് ലീനിയേജിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നാമത്തെ എന്താണ്? ഒന്ന്, ലീനിയേജ് പ്ലേസ് എ റോൾ ഇൻ ഫൈൻഡിങ് മാരേജ് പാർട്ണർ ഫ്രം ഔട്ട്സൈഡ് ദി ഗ്രൂപ്പ്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് അല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഫാമിലിയിൽ നിന്നാണല്ലോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീനിയേജ് നോക്കുന്നത്. സെയിം കുടുംബമാണെങ്കിൽ എന്ത് ചെയ്യില്ല? കല്യാണം പൊതുവെ കഴിക്കില്ല. പല സൊസൈറ്റിയിൽ മാറും, പക്ഷെ ഇൻ ജനറൽ എന്താണ്? പൊതുവെ കഴിക്കില്ല. അപ്പൊ ഔട്ട്സൈഡ് ഗ്രൂപ്പിൽ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ സോഷ്യൽ ക്യാപിറ്റൽ ആയിട്ട് ഐഡന്റിഫൈ. എങ്ങനെയാണ് സോഷ്യൽ ക്യാപിറ്റൽ ആയിട്ട് ചെയ്യുക? ഇപ്പൊ ഞാനൊരു നല്ല റെപ്യൂട്ടഡ് ഫാമിലിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? അതിൻ്റെതായിട്ടുള്ള സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആലോചിച്ച് ഇപ്പൊ ഞാൻ പിണറായി വിജയന്റെ മോനാണ്. അപ്പൊ എനിക്ക് പല സ്ഥലത്തും ഒരു പ്രിവിലേജസ് ഉണ്ടാവില്ലേ? കാരണം എന്റെ അച്ഛൻ ചീഫ് മിനിസ്റ്ററാ. അപ്പൊ എനിക്ക് പല സ്ഥലങ്ങളിലും പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. എന്റെ സോഷ്യൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് എനിക്ക് കണക്ഷൻസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഞാൻ പറയും ഇന്ന ആളുടെ മോനാണ് ഞാൻ എന്ന് പറയുമ്പോൾ ആളുകൾ എന്നോട് കൂടുതൽ വർത്താനം പറയും. അപ്പൊ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അനുവിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്?
പാസ്പോർട്ട് ഓഫീസർ. ഇപ്പോൾ ഈ പേരും പറഞ്ഞിട്ട് പല സ്ഥലത്തും പോയിട്ട് എന്ത് ചെയ്യും, എയർലൈനിൽ പോയിട്ട് ടിക്കറ്റ് ഫ്രീ ആയിട്ട് മേടിക്കുക, ഒരു കണക്ഷൻസ് ഉണ്ടാക്കുക, അല്ലെ? അങ്ങനെ പല പല കാര്യങ്ങൾ ഇവർ ചെയ്യാറുണ്ട്. അതാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് പ്ലേസ് എ റോൾ ഇൻ ഫോർമുലേഷൻ ഓഫ് ഐഡന്റിറ്റി. നിങ്ങളുടെ ഐഡന്റിറ്റി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ആരാണെന്നുള്ള ഐഡന്റിറ്റിന്റെ ഭാഗമാണ് നിങ്ങൾ എവിടെ ജനിച്ചു, ആരുടെ മക്കളാന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പൻ ആരാന്നുള്ളതും അമ്മൂമ്മ ആരാന്നുള്ളതും ഒക്കെ എന്താണ്, നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗം കൂടിയാണ്. അപ്പൊ ഐഡന്റിറ്റി, നിങ്ങൾക്ക് ഒരു സോഷ്യൽ ഐഡന്റിറ്റി, നിങ്ങൾ എങ്ങോട്ട് ബിലോങ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഐസൊലേഷൻ ഫീൽ ചെയ്യും, നമ്മൾ ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഇന്നത്തെ പുതിയ റിപ്പോർട്ട്, വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് എന്ത് ചെയ്യുന്നു, 6 ഏകാന്തത കൊണ്ട് മരിക്കുന്നുണ്ടെന്ന് പറയുന്നത്, ഒറ്റപ്പെടൽ കാരണം. സംസാരിക്കാനല്ല. അതുപോലെ സോഷ്യൽ ഐഡന്റിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ആളുകളോട് സംസാരിക്കാം, അല്ലെ? ഐഡന്റിറ്റി ഒക്കെ വേണം. അപ്പൊ ഫോർമുലേഷൻ ഓഫ് ഐഡന്റിറ്റി ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് പ്ലേസ് എ റോൾ ഓഫ് സേഫ്റ്റി വാൽവ് ഇൻ ദ ടൈം ഓഫ് ക്രൈസിസ്. എങ്ങനെയാ സേഫ്റ്റി വാൽവ് ഓഫ് ടൈം ഓഫ് ക്രൈസിസ് വരിക? അപ്പൊ നല്ല കുടുംബത്തിലുള്ള ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്വത്ത് വിറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കടം വീട്ടാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, ഇപ്പൊ ഇൻഹെറിറ്റൻസ് ആയിട്ട് കുറെ ലാൻഡ് ഉണ്ടാവും നമ്മളതിൽ. അപ്പൊ നമ്മൾ അതിലൊരു ലാൻഡ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീട്ടിൽ ചെന്ന് പറയും എന്റെ വിഹിതം എനിക്ക് വേണം, എനിക്ക് ഇന്ന് ആ വിഹിതം കിട്ടും. നമ്മൾ അടി ഉണ്ടാക്കും, വിഹിതം മേടിക്കുന്നു, വിഹിതം മേടിച്ച് അത് കല്യാണം വിൽക്കുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ചിലപ്പോൾ പോകുന്നു. അപ്പം അല്ലെങ്കിൽ നമുക്ക് പൈസ ജോലി ഇല്ലാത്തപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് എന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പണിയെടുക്കാതിരിക്കാൻ പറ്റുക. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇതുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മൊബിലിറ്റിനെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വളരെ ലോവർ കാസ്റ്റിലുള്ള ഒരാളായിരുന്നു, പെട്ടെന്ന് എൻ്റെ അച്ഛൻ ഭയങ്കര റിച്ചായി, കോടീഷ്യനായി. അപ്പൊ എന്റെ സോഷ്യൽ ക്ലാസ് എന്ത് ചെയ്തു, ബെറ്ററായി. അപ്പൊ പണ്ട് എന്തായിരുന്നു, എന്റെ അപ്പൂപ്പന് എന്തായിരുന്നു, അത്രയും പ്രിവിലേജസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ മകനെത്തിയപ്പോഴേക്കും എന്തായി, കുറച്ചുകൂടി എനിക്ക് പ്രിവിലേജസ് യൂസ് ചെയ്യാൻ പറ്റി. അപ്പൊ സൊസൈറ്റിയിലുള്ള ക്ലാസ്സിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി അപ്പർ സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും. അപ്പം ഈ നല്ല ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഈ എൻ്റെ ഫാമിലിക്ക് സ്റ്റാറ്റസ് ഹൈ ആയി കിട്ടും. ഒരു 10-3-4 ജനറേഷനും റിച്ച് ആയി തന്നെ ഇങ്ങനെ പോകുന്നു. അപ്പൊ പിന്നെ അത് ഫാമിലി, എൻ്റെ ഫാമിലി എന്ത് ചെയ്തു, ക്ലാസ് മൊബിലിറ്റിയിലേക്ക് കയറി, കുറച്ചുകൂടി റിച്ച് ആയിട്ട് ആ ക്ലാസ് മൊബിലിറ്റി ട്രാൻസ്ക്രിതൈസേഷൻ എന്ന് വിളിക്കും. ട്രാൻസ്ക്രിതൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോവർ കാസ്റ്റിന് അപ്പർ കാസ്റ്റിന്റെ പോലെയുള്ള സ്റ്റാറ്റസ് കിട്ടുക. അഷ്റഫൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മുസ്ലിംസിന്റെ ഇടയിലും കാസ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ എല്ലാവരുടെ ഇടയിലും എന്തുണ്ട്, കാസ്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ എന്തെങ്കിലും റിലീജിയൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും മുസ്ലിംസിന്റെ ഇടയിൽ കാസ്റ്റ് ഇല്ല, ക്രിസ്ത്യൻസിന്റെ ഇടയിലും കാസ്റ്റ് ഇല്ല. ബട്ട് ദ മൊമെന്റ് ദേ ക്രോസ് ദ ബോർഡേഴ്സ് ഓഫ് ഇന്ത്യ ഓർ സിന്ധു, ഇമ്മീഡിയറ്റ്ലി കാസ്റ്റ് എന്ത് ചെയ്യും, ദേ ഗെറ്റ് കാസ്റ്റിഫൈഡ്. ഓട്ടോമാറ്റിക്കലി അവർ കാസ്റ്റിലേക്ക് കയറും. മുസ്ലിംസ് അഷ്റഫ് കാസ്റ്റ്, അപ്പൊ ഓരോ അഷ്റഫൈസേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിന്റെ അപ്പർ കാസ്റ്റ് ആണ്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ലോവർ കാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ മേലോട്ട് കയറുന്ന രീതിയിലുള്ള സ്ഥാനങ്ങൾ വരും. ഇറ്റ്സ് പ്ലേ എ റോൾ ഇൻ ബിൽഡിംഗ് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് റിലീജിയസ് അലയൻസ്. അപ്പർ കാസ്റ്റ് ആണെങ്കിൽ പ്രീസ്റ്റ് ആവാം, അല്ലെ? അതുപോലെ തന്നെ മാരിറ്റൽ അലയൻസ് ഉണ്ടാക്കാൻ പറ്റും. പൊളിറ്റിക്കൽ അലയൻസ്, ഇപ്പം ഒരു കാസ്റ്റ്, ഒരു സ്ഥലത്തെ ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറയും. ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ ഏറ്റവും കൂടുതൽ എക്കണോമിക്കലി വെൽത്തി ആൻഡ് പൊളിറ്റിക്കലി പവർഫുൾ ആയിട്ടുള്ള കാസ്റ്റ്. ഇവർക്ക് എന്ത് ചെയ്യും, ഇവർ വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അലയൻസ് ഉണ്ടാക്കാം, ഇവർക്ക് അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കാം. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ കുടുംബ പേര്, നമ്മുടെ കിഡ്ഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന എല്ലാം നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സൊസൈറ്റിയിൽ പിടിച്ചിരിക്കുന്നത്. നമ്മൾ എവിടുന്ന് വരുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ആൻഡ് ഇൻഡിവിജ്വൽ ആക്സസ് ടു നെസസറി സ്കിൽ ആൻഡ് റിസോഴ്സസ്. എങ്ങനെയായിരിക്കും, ഇപ്പൊ ശരവണ ഭവൻ, ഇപ്പൊ ശരവണന്റെ ഫാമിലിയിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി 2 വയസ്സാകുമ്പോഴേക്ക് എന്താ പഠിപ്പിക്കുക, ദോശ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. അതൊരു സ്കില്ലല്ലേ, ജോബ് പഠിപ്പിക്കുകയാണ്. ശരണഭവനിൽ ജനിക്കുന്ന ആ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാക്കാൻ അറിയാം, നല്ല ദോശ ഉണ്ടാക്കാൻ അറിയാം. അപ്പം ഡയമണ്ട് മർച്ചന്റ്സിന്റെ ഫാമിലി ജനിക്കുന്ന എല്ലാവരും ചെറുപ്പം മുതൽ അവരെന്തായിരിക്കും ചെയ്യുന്നത്, ഡയമണ്ട്സിന്റെ കമ്പനികളിൽ വർക്ക് ചെയ്യുക, അങ്ങനെ ഓണ്ടർപ്രണർഷിപ്പ് ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്യിപ്പിക്കും. അപ്പം ഏത് ഫാമിലി, ഇപ്പോൾ ഗോൾഡ് സ്മിത്തിന്റെ ഫാമിലി ജനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ ഗോൾഡ് സ്മിത്ത് ആ പർട്ടിക്കുലർ ക്ലാനിൽ ജനിക്കുന്ന ആൾക്ക് ആ പർട്ടിക്കുലർ ജോബ്സ് പറഞ്ഞു കൊടുക്കും. ഇപ്പം ഒരു പ്രീസ്റ്റിന്റെ ഫാമിലി ജനിക്കുന്ന ആളുടെ ചെറുപ്പം മുതൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ആചാരങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അപ്പൊ അപ്പർ കാസ്റ്റ് ജനിക്കുന്ന ആൾക്ക് അങ്ങനത്തെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇറ്റ്സ് എ സോഷ്യൽ സ്കിൽ. അപ്പം ഒരു ജോലി അവൻ എന്ത് ചെയ്യണം, ഒരാൾ അഡൽട്ട് ആയി കഴിയുമ്പം അയാൾ ഒരു ജോലി ചെയ്യേണ്ടി വരും. ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെസസറി സ്കിൽസും കാര്യങ്ങളും ആര് കൊടുക്കും, ഫാമിലി തന്നെ കൊടുക്കും. അപ്പം ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണോ ആ ഫാമിലിക്ക് എന്താണോ അവർ ചെയ്യുന്ന ജോബ്സ് അതെന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി മറ്റാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് അങ്ങനെയായിരുന്നു മൊത്തം സിസ്റ്റം. വൈദ്യനെപ്പോഴും വൈദ്യന്റെ മോൻ എന്തായിരിക്കും, വീണ്ടും വൈദ്യനായിരിക്കും. അപ്പൊ ചെറുപ്പം മുതലേ മരുന്നടിക്കാനും കാര്യങ്ങളൊക്കെ ഇവനെ പിടിച്ചു നിർത്തിയിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ പഠിപ്പിച്ച് ഇയാളും എന്ത് ചെയ്യും, ഒരു വൈദ്യനായി പോകും. അപ്പൊ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള സ്കിൽസും ആ കഴിവൊക്കെ ആരാണ് കൊടുക്കുന്നത്, ആ പർട്ടിക്കുലർ ഫാമിലി ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിസോഴ്സസ് കൊടുക്കും. അതേ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ്
സക്സഷൻ ഓഫ് നോമിക്ലേച്ചർ. അതായത് നമ്മുടെ വീട്ടുപേര്, നമുക്കൊരു പേര് വേണം അല്ലെ, ആ വീട്ടുപേര് എവിടുന്നാണ് കിട്ടുന്നത്? ഫാമിലി വഴി ഇങ്ങനെ വന്ന് ആ കിൻഷിപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി, ഈ കുടുംബത്തിന്റെ പ്രോപ്പർട്ടി ഫൈനലി എങ്ങനെ വരണം എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കിൻഷിപ്പിന്റെ ഗ്രൂപ്പ്സ് നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ശരവണ ഭവനിൽ നമുക്ക് സ്കില്ല് കിട്ടും. അതുപോലെ മർച്ചന്റ് വ്യാപാരികൾ, അങ്ങനെ ഏത് കുടുംബത്തിലാണ് ജനിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടാൻ പറ്റും. ഓക്കെ, ഇനി ഡിസൻസിനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസൻസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഡിസൻസിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസൻസ് ഉണ്ട്. സോ ഡിസൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. യൂണിലീനിയൽ ഡിസെൻറ്റും ഉണ്ട്. കോഗ്നിറ്റീവ് ഡിസെന്റ് കേട്ടോ. യൂണിലീനിയൽ ഡിസെന്റിന്റെ അണ്ടറിൽ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ ഡിസെന്റും കോംപ്ലക്സും. സിമ്പിളിന്റെ ഉള്ളിൽ എന്തായിരിക്കും രണ്ടെണ്ണം വരുന്നത്? ബേസിക്കലി പാട്രി ലീനിയർ ആൻഡ് മാട്രി ലീനിയർ. അതായത് എങ്ങനെയാണ് ഡിസെന്റിനെ നമ്മൾ ട്രേസ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. പല രീതിയിൽ ട്രേസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണെങ്കിൽ എന്താ? പാട്രി ലീനിയർ എന്ന് പറഞ്ഞാൽ അർത്ഥം അച്ഛന്റെ വഴി പോവാ, മറ്റേതാണെങ്കിൽ എന്താണ്? അമ്മേന്റെ വഴി നമ്മുടെ കാരണവന്മാരെ തപ്പിപ്പിടിക്കുന്നതിനാണ് മാട്രി ലീനിയർ. അത് സിമ്പിളിനപ്പം യൂണിലീനിയർ എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ലൈനിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. യൂണിലീനിയർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈനിലൂടെ ഡിസെൻസിനെ കണ്ടെത്തുന്നത്. അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, സിമ്പിൾ ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്. സിമ്പിൾ ആകുമ്പോൾ എന്താണ്? ഒന്നുകിൽ അച്ഛന്റെ വഴി മാത്രം, മറ്റെങ്കിൽ അമ്മേന്റെ വഴി മാത്രം. ഇവിടെ എന്തായിരിക്കും? സിംഗിൾ വഴി തന്നെയായിരിക്കും, പക്ഷെ എന്താണ്? ചെറിയൊരു കോംപ്ലക്സ് ആയിട്ടായിരിക്കും അവർ പോകുന്നത്. അത് ഫോർ എക്സാമ്പിൾ ഡബിൾ ഡിസെന്റ് ആൻഡ് ബൈലീനിയൽ ഡിസെന്റ് എന്ന് പറയും. കോംപ്ലക്സിനുള്ളിൽ ഡബിൾ ഡിസെന്റ്, ബൈലീനിയൽ ഡിസെന്റ്. കോംപ്ലക്സിനുള്ളിൽ ഡബിൾ ഡിസെന്റ് ആൻഡ് ബൈലീനിയൽ ഡിസെന്റ് കേട്ടോ. കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് രണ്ട് റൂട്ടിലൂടെ എന്ത് ചെയ്യും? ഒന്നിച്ച് ട്രേസ് ചെയ്യും. ഒറ്റ റൂട്ടല്ല, ഒറ്റ ലൈൻ അല്ല, രണ്ട് റൂട്ടിലൂടെ ചെയ്യും കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഡിസെന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്താണ്? അതാ പറയുന്നേ. എന്ത് ചെയ്യാം? യൂണിലീനിയലും ഉണ്ട്. ഡിസെന്റ് രണ്ടായിട്ട് ക്ലാസിഫൈ. ഒന്ന് യൂണിലീനിയൽ ആൻഡ് കോഗ്നിറ്റീവ്. യൂണിലീനിയൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിലൂടെ ഡിസെന്റിനെ ട്രേസ് ചെയ്യുന്നതിനാണ് യൂണിലീനിയൽ എന്ന് പറയുന്നത്. ആ യൂണിലീനിയലിനെ വീണ്ടും അതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിമ്പിൾ ആയിട്ടുണ്ട്, ഒന്ന് കോംപ്ലക്സ് ഉണ്ട്. സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഒറ്റ ലൈനിലൂടെ മാത്രമായിരിക്കും. അതാണ് പാട്രി ലീനിയർ. അച്ഛന്റെ വഴി അപ്പൂപ്പൻ, അമ്മൂമ്മ, അല്ല അച്ഛൻ അപ്പൂപ്പൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അങ്ങനെ പോകുന്നത്. അതിന്റെ വേറെ ഓപ്പോസിറ്റ് ആണ് മാട്രി ലീനിയർ. അമ്മേന്റെ അമ്മ, ഗ്രേറ്റ് ഗ്രാൻഡ്മ, അങ്ങനെ ആ രീതിയിൽ നമുക്ക് പോകുന്ന സാധനം. അതിൽ തന്നെ ഈ യൂണിലീനിയൽ അപ്പൊ സിമ്പിൾ ഉണ്ട്. ഇനി അത് കോംപ്ലക്സിന് അണ്ടറിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഡബിൾ ഡിസെന്റും ബൈലീനിയൽ ഡിസെന്റും. ഡബിൾ ഡിസെന്റ് എന്താ, ബൈലീനിയൽ ഡിസെന്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചാൽ ഡബിൾ ഡിസെന്റ് ആൻഡ് ബൈലീനിയൽ ഡിസെന്റ്. ഓക്കെ, ഇവിടെ ഒറ്റ ലൈനിലാണ് പോവാ, പക്ഷെ കോംപ്ലക്സ് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നമുക്ക് പറയാം. ഡബിൾ ഡിസെന്റ് ആൻഡ് ബൈലീനിയൽ ഡിസെന്റ്. ഓക്കെ, ഈ സെഗ്മെന്റ് കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കോഗ്നിറ്റീവ് ഡിസെന്റ്. കോഗ്നിറ്റീവ് ഡിസെന്റ് അണ്ടറിൽ രണ്ട് ടൈപ്പ് ഡിസെൻസ് ആണ് ഉള്ളത്. ഒന്ന് ബൈലാറ്ററൽ ആൻഡ് സെക്കൻഡ് ഈസ് ആംബി ലീനിയർ. ബൈലാറ്ററൽ ഡിസെന്റ്, നമ്മുടെ ബൈലാറ്ററൽ ഡിസെന്റും ആംബി ലീനിയർ ഡിസെന്റും. ആംബി ലീനിയർ, ബൈലാറ്ററൽ ഡിസെന്റ് ആൻഡ് ആംബി ലീനിയർ ഡിസെന്റ്. ക്ലിയർ ആണോ? ഒരു ഡിസെന്റ് എന്താണെന്ന് പറയാം. അടുത്ത് കുറച്ച് ചില സ്ഥലത്ത് ചെറിയൊരു കോംപ്ലക്സിറ്റി തോന്നും, അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ടൈപ്പ് ഓഫ് ഡിസെൻസിൽ ഫസ്റ്റ് യൂണിലീനിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കിൻഷിപ്പ് ബേസ്ഡ്. ഫസ്റ്റത്തെ പാർട്ട് യൂണിലീനിയൽ എന്താണ്? ട്രേസ്ഡ് ബേസ്ഡ് ഓൺ സിംഗിൾ ലൈൻ. ആ സിംഗിൾ ലൈനിലൂടെ മാത്രം നമ്മൾ ഒരാളെ ട്രേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂണിലീനിയൽ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പാട്രി ലീനിയൽ സിസ്റ്റം. പാട്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ വെക്കുമ്പോൾ അറിയാലോ, അച്ഛനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മെയിൽ ഡൊമിനേറ്റഡ് ആയിരിക്കും. സോ ഈ ഡിസെന്റ് സിസ്റ്റത്തിൽ ഫാദറിന്റെ സൈഡിൽ നിന്നായിരിക്കും ഒരാൾ അയാളുടെ ഡിസെന്റ് ജനറേഷൻ കണക്ട് ചെയ്യുന്നത്. അപ്പൊ പാട്രി ലീനിയൽ ഡിസെന്റ് സിസ്റ്റം ആണ് ഞാൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്റെ
പ്രീവിയസ് ജനറേഷനുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്തു എന്ന് ഞാൻ ഏത് വഴിയാണ് നോക്കുക? അച്ഛൻ അച്ഛന്റെ വഴിയാണ്. അതായത് അച്ഛൻ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ 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 ആ രീതിയിലായിരിക്കും ഞാൻ പോവാം. ഓക്കെ, സി so descent father side in patrilineal descent each individual automatically become member of any consanguineous group which his father belongs. അപ്പൊ അച്ഛൻ ഏതൊക്കെ ഗ്രൂപ്പിലാണോ ബ്ലഡ് റിലേഷൻ ഉള്ളത് അതിലൊക്കെ ഞാൻ എന്താണ് ആ ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും ഞാൻ ഓട്ടോമാറ്റിക്കലി. അച്ഛനാണ് നോക്കുന്നത്, അമ്മേന്റെ ബന്ധം നോക്കുന്നില്ല. അപ്പൊ അച്ഛൻ ഏതൊക്കെ റിലേഷനിൽ ബ്ലഡ് റിലേഷനിൽ ബന്ധമുണ്ടോ അതിലൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പിലൊക്കെ കിങ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. അതാണ് patrilineal. The term agnetic is often used for referring transmission of descent in the main line. നമ്പൂതിരീസ് ഓഫ് കേരള, റാവുസ് ഓഫ് ആന്ധ്ര, ഇവരൊക്കെ എന്താ നോക്കുന്നത്? പാട്രിലീനിയൽ ഡിസെന്റ് ആണ് നോക്കുന്നത്. ഓക്കെ, അച്ഛന്റെ സൈഡ് മാത്രം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇവിടെ ഞാൻ കുടുംബത്തിന് എന്നെ ട്രേസ് ചെയ്യുന്നത് എന്താണ്? യൂണിലീനിയൽ തന്നെയാണ്. പക്ഷെ ഞാൻ എന്തിന്റെ ബേസ് ചെയ്താ ട്രേസ് ചെയ്യുന്നത്? എന്റെ മദറിന്റെ സൈഡാണ്. സോ ഹിയർ മൈ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ പേര് അങ്ങനെയുള്ള സാധനത്തിനാണ് സൊസൈറ്റിയിൽ നമ്മൾ പറയുന്നത്. ഈഗോ എന്ന് പറഞ്ഞാൽ മറ്റേ സൈക്കോളജിക്കൽ ഈഗോ അല്ല, എന്റെ ഡോമികൾച്ചർ, എന്റെ കുടുംബത്തിന്റെ ഐഡന്റിറ്റി. സോ ഇവിടെ ഞാൻ എന്റെ ഐഡന്റിറ്റി ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്റെ മദർ എവിടെയൊക്കെ ഏതൊക്കെ ബ്ലഡ് റിലേഷൻഷിപ്പിൽ കിങ് ഗ്രൂപ്പിൽ മെമ്പർ ആണോ അവിടെയൊക്കെ ഞാനും എന്തായി ഓട്ടോമാറ്റിക്കലി മെമ്പറായി. അപ്പൊ എന്റെ ഐഡന്റിറ്റി ഞാൻ ട്രേസ് ചെയ്യുന്നത് എന്റെ അമ്മ, അമ്മൂമ്മ, അമ്മൂമ്മന്റെ അമ്മ, ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക ട്രേസ് ചെയ്തത്. ഇപ്പം നായർസ് ഓഫ് കേരള നമ്മൾ എങ്ങനെയാണ് ട്രേസ്, നായർസ് ഓഫ് കേരള എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത്? അവിടെ അമ്മേന്റെ ഗ്രൂപ്പിൽ ഏതൊക്കെ ആളുകൾ മെമ്പർ ആണോ അവിടേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളും മെമ്പറാണ്. അപ്പൊ എന്റെ റിലേഷൻ കിങ് ഗ്രൂപ്പ് നോക്കുന്ന അമ്മേന്റെ സൈഡിൽ കൂടിയാണ് ഞാൻ എല്ലാം നോക്കുക. സ്വത്ത് വരുന്നത് എവിടുന്നാണ്? അമ്മേന്റെ സൈഡിൽ നിന്നായിരിക്കും എല്ലാ സാധനങ്ങളും വരിക. സോ നോട്ട് ഫാദർ. ദ ടേം യൂട്ടറൈൻ ഡിനോട്ട് ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസെന്റ് ഫ്രം ഫീമെയിൽ ലൈൻ. ഇതിനെ നമ്മൾ വേറെ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ് യൂട്ടറൈൻ ആൻഡ് ആൻഡ്രൈൻ. ആൻഡ്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിന്റെ സിറ്റുവേഷൻ, ഫാദർ ആണ്, പാട്രിലീനിയനാണ്. ഇവിടെ യൂട്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിലിന്റെ സിസ്റ്റർ ആണ്. സോ നായർസ് ഓഫ് കേരള, കാസീസ് ഓഫ് മേഘാലയ, ഇതൊക്കെ എന്താണ്? ഇതിന്റെ മാട്രിലീനിയൽ ഡിസെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഇത് രണ്ടുമാണ് നമ്മൾ എന്തിൽ പഠിച്ചത്? സിമ്പിൾ ഡിസെന്റിൽ പഠിച്ചത്. യൂണിലീനിയൻ രണ്ടിൽ സിമ്പിൾ പഠിച്ചു. ഇനി അതിനകത്ത് കോംപ്ലക്സ് ആയിട്ട് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞില്ലേ? ഡബിൾ ഡിസെന്റ് ആൻഡ് ബൈലീനിയൽ ഡിസെന്റ്. ഇവിടെ ഡബിൾ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സ്ഥലത്തൂടെ പോകും. പക്ഷെ എങ്ങനെയാ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈഗോ ഇൻഹെറിറ്റൻസ് his father's patrilineal relatives and his mother's matrilineal relatives. ഓക്കെ, ഫാദറിന്റെ പാട്രിലീനിയൽ മാത്രം നോക്കും, മദറിന്റെ മാട്രിലീനിയൽ നോക്കും. മനസ്സിലായോ? അതായത് രണ്ടും നോക്കുന്നുണ്ട്, ഒറ്റ ലൈൻ തന്നെയാണ്. പക്ഷെ എന്ത് മാത്രം നോക്കുള്ളൂ? ഫാദറിന്റെ പാട്രിലീനിയൽ റിലേറ്റീവ്സും മദറിന്റെ മാട്രിലിയൽ റിലേറ്റീവ്സും. പക്ഷെ ഫാദറിന്റെ എന്ത് നോക്കില്ല? മാട്രിലീനിയൽ നോക്കില്ല, മദറിന്റെ പാട്രിലീനിയൽ നോക്കില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞാൻ അച്ഛൻ, അപ്പൂപ്പൻ ആ ലെവലിൽ പോകും. ഇവിടെ തിരിച്ചിങ്ങനെ പോകുന്ന സമയത്ത് അമ്മ, അമ്മൂമ്മ, ഈ സാധനം പോകും. ഇതെന്താ? ഫാദറിന്റെ പാട്രിലീനിയനുമാണ്, മദറിന്റെ മാട്രിലീനിയനുമാണ്. പക്ഷെ മദറിന് ആരുണ്ട്? മദറിന്റെ അച്ഛനില്ലേ? ഈ ബന്ധം എനിക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇവർക്ക് എന്തുണ്ട്? വീണ്ടും ഇയാളുടെ അച്ഛനുണ്ട്, പാട്രിലീനിയൻ ഉണ്ട്. ഇവിടെ അച്ഛന്മാർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ ആർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല? അമ്മമാർക്ക്, ഇയാളുടെ ഭാര്യ, ഇതിനൊരു കുടുംബം ഉണ്ടല്ലോ. അതായത് ഇത് ഞാനാണല്ലോ അല്ലെ, അച്ഛന്റെ അമ്മ. ഓക്കെ, അച്ഛന്റെ അമ്മ പാട്രിലീനിയൻസ് എടുക്കുമ്പോൾ അച്ഛന്റെ അമ്മേന്റെ കുടുംബമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ അച്ഛന്റെ പാട്രിലീനിയൽ കമ്പനി എവിടെയുണ്ടോ അവിടെയുള്ളൂ. അതേപോലെ അമ്മേന്റെ മാട്രിലീനിയൽ, എന്റെ അമ്മേന്റെ അച്ഛന്റെ കുടുംബക്കാരുമായിട്ട് എനിക്ക് ബന്ധമില്ല. അവിടുന്ന് എനിക്ക് ഇൻഹെറിറ്റൻസ് വരില്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? ഒറ്റ ലൈൻ തന്നെയാണ് നോക്കുന്നത്, പക്ഷെ എന്താണ്? ക്രോസ് ആണ് നോക്കുന്നത്. ഒന്ന് അച്ഛന്റെ പാട്രിലീനിയലും അമ്മേന്റെ മാട്രിലീനിയലും, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ നോക്കുന്നതിനാണ് ഞാൻ എന്താ പറയുക ബൈലീനിയൽ. രണ്ട് ലൈനാണ് ഇവിടെ പോകുന്നത്, പക്ഷെ രണ്ടും ഏകദേശം സെയിം സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ. ബൈലീനിയൽ ഡിസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിന്റെ പാട്രിലിയൽ, ഡബിൾ ഡിസെന്റ്. ഫാദറിന്റെ പാട്രിലീനിയലും മദറിന്റെ മാട്രിലീനിയലും, നോട്ട് ഫാദേഴ്സ് മാട്രിലീനിയൽ ആൻഡ് മദേഴ്സ് പാട്രിലീനിയൽ. നേരെ തിരിച്ചും പറഞ്ഞു പറയാം, കോംപ്ലക്സ് ആക്കണ്ട. അശാന്തി ഓഫ് ഗാന, യാക്ക് ഓഫ് നൈജീരിയ എന്നൊക്കെ പറയുന്ന ടീംസ് ഇതാണ് ചെയ്യുന്നത് കേട്ടോ. എക്സാമ്പിൾ ഓർത്ത് വെച്ചില്ലെങ്കിലും ജസ്റ്റ് ആ വേർഡ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി ബൈലീനിയൽ ഡിസെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ദോസ് പാട്രിക്കിൻ ഹു ആർ ഓൾസോ മാട്രിക്കിൻ ആൻഡ് എക്സ്ക്ലൂഡ് ദോസ് പാട്രിക്കിൻ ഹു ആർ നോട്ട് മാട്രിക്കിൻ ആൻഡ് വൈസ് വെർസ. ഓക്കെ, അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാട്രിക്കിൻ ഉണ്ടല്ലോ,
അച്ഛൻ. അതിനകത്ത് ആരൊക്കെയാണോ മാട്രിക്കിന് ഈക്വലായി വരുന്നത് അവരെ കൂട്ടും. ഇപ്പൊ ഞാനും എന്റെ അച്ഛനും അച്ഛന്റെ മാട്രിക്കിനായിട്ട് വരുന്ന അച്ഛന്റെ അമ്മേനെ അച്ഛന്റെ ഭാര്യനെയും കൂട്ടും. ഓക്കെ, പക്ഷെ അച്ഛന്റെ അമ്മേന്റെ സൈഡിലുള്ള സൈറ്റിലേക്ക് ഞാൻ നോക്കൂല. പാട്രിക്കിനാണ്, പക്ഷെ മാട്രിക്കിനിൽ വരുന്നില്ലേ നോക്കൂല. രണ്ടും ഇൻക്ലൂഡ് ആയിട്ട് വരണം. മനസ്സിലായില്ല അല്ലെ? ഇറ്റ് ഇൻക്ലൂഡ്സ് ദോസ് പാട്രിക്കിൻ ഹു ആർ ഓൾസോ മാട്രിക്കിൻ. അതായത് എന്താ മനസ്സിലായത്? ആ, അച്ഛന്റെ അമ്മേന്റെ നോക്കും, പക്ഷെ എന്ത് നോക്കില്ല? അച്ഛന്റെ അമ്മേനെ നോക്കൂല. എന്റെ അച്ഛന്റെ അമ്മേനെ നോക്കും. പാട്രിക്കിൻ ഹു ആർ ഓൾസോ മാട്രിക്കിനിൽ നോക്കും. അതുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ നോക്കും. പക്ഷെ അച്ഛന്റെ അമ്മേന്റെ ഭാഗമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ പാട്രിക്കിൻ ഹു ആർ നോട്ട് മാട്രിക്കിൻ എന്ത് ചെയ്യില്ല, നോക്കില്ല. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, അങ്ങനെ ചോദിക്കാറുമില്ല. ഒരു പോയിന്റ് എഴുതി വെക്കാൻ. മനസ്സിലായോ? ആ, എന്താ നമ്മള് കോംപ്ലക്സ് ആക്കിപ്പോ. അച്ഛന്റെ കുടുംബം പാട്രിക്കിൻ, അച്ഛന്റെ കുടുംബം അവരെന്തു ആവണം? മാട്രി. ഇപ്പൊ ഞാൻ, എന്റെ അച്ഛൻ, എന്റെ അമ്മ. ഓക്കെ, പക്ഷെ എന്താവാൻ എന്ത് നോക്കില്ല? എന്റെ അമ്മേന്റെ പാട്രിക്കിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ബന്ധമില്ല. അമ്മേന്റെ അച്ഛൻ, അങ്ങനെ ടീമുകളിലേക്ക് ഞാൻ പോകുന്നില്ല, ഒഴിവാക്കി. ഓക്കെ, ആ, ഇനി കോഗ്നിറ്റീവ് ഡിസെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോഗ്നിറ്റീവ് മീൻസ് സ്കിൻ ഓഫ് ബോത്ത് പാരന്റ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? മറ്റേത് യൂണിലീനിയലല്ലേ, ഒരു പാരന്റിന് മാത്രം ഒറ്റ ലൈനായിരുന്നു പറഞ്ഞു. ഇവിടെ കോഗ്നിറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യും? രണ്ട് സ്കിന്നിന്റെ ഗ്രൂപ്പിന്റെ നോക്കും. രണ്ട് പാരന്റ്സിന്റെ എന്ത് ചെയ്യും? നമ്മൾ സ്കിൻ ഗ്രൂപ്പ് നോക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കോഗ്നിറ്റീവ് എന്ന് വിളിക്കുക. ഇപ്പൊ നമ്മൾ എവിടെ എത്തിയെന്ന് മനസ്സിലായോ? നമ്മൾ യൂണിലീനിയൽ പഠിച്ചു. ഇനി അതെന്താണ്? കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞില്ല ഒരു സെക്ഷനില്. ആ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോത്ത് പാരന്റ്സിന്റെ കിൻഷിപ്പ് ലിങ്കേജസ് നോക്കുന്നതിനാണ് നമ്മൾ കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. ഈ കോഗ്നിറ്റീവ് ലിങ്കേജ് സിസ്റ്റത്തിൽ സിസ്റ്റം ഇൻഡിവിജ്വലി ഇസ് അഫിലിയേറ്റഡ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് കിൻ ഹു ആർ റിലേറ്റഡ് ടു ഹിം ത്രൂ ഹിസ് ബോത്ത് പാരന്റ്സ്. ഇവിടെ രണ്ട് പാരന്റ്സിനും എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ലിങ്കേജസ്. മറ്റേടത്ത് എന്തായിരുന്നു? ഒരു പാരന്റ്സിന്റെ ഒരെണ്ണത്തിന് ഒഴിവാക്കുമായിരുന്നു എപ്പോഴും. ശ്രദ്ധിച്ചായിരുന്നോ? ഒന്നിനെ എപ്പോഴും ഒഴിവാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ എന്ത് ചെയ്യും? അച്ഛനും അമ്മയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അപ്പൊ രണ്ട് രീതിയിലാണത്. ഒന്ന് ആംബിലീനിയൽ ഡിസെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് ബൈലാട്രൽ ഡിസെന്റ് ഉണ്ട്. ആംബിലീനിയൽ ഡിസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചോയ്സ് എടുക്കാം ആരെ എടുക്കണം എന്നുള്ളത്. ആംബിലീനിയൽ ആണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് തോന്നുകയാണ് എന്റെ ഡിസെന്റ് എനിക്ക് എന്റെ അമ്മേന്റെ വഴി എടുക്കണം. ഇറ്റ്സ് മൈ ചോയ്സ്. ഇപ്പൊ ഞാൻ, എന്റെ പെങ്ങൾ പറയാണ് ഞാൻ എന്റെ ഡിസെന്റ് എന്റെ അച്ഛന്റെ വഴി എടുക്കുന്നത്. സോ അവർക്ക് എന്ത് ചെയ്യാം? അച്ഛന്റെ വഴി എടുക്കാം. സോ ദ ചോയ്സ് ടു വിച്ച് ഡിസെന്റ് എടുക്കണം എന്നുള്ളത് ഏത് പാരന്റും ഈക്വൽ ആണ്. ഏത് പാരന്റിനെ എടുക്കണം എന്നുള്ളത് ആരുടെ ചോയ്സ് ആണ്? ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ചോയ്സ് ആണ്. അതിനാണ് നമ്മൾ ആംബിലീനിയൽ എന്ന് പറയുന്നത്. സോ വൺ ബ്രദർ മേ ട്രേസ് ദ ഡിസെന്റ് ഫ്രം ദി ഫാദർ സൈഡ്, അനദർ ബ്രദർ എന്ത് ചെയ്യും? മദർ സൈഡിൽ എടുക്കും. സോ സമോവാൻസ് സ്റ്റഡീഡ് ബൈ മാർഗറ്റ് മീഡിന്റെ സമോവാൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട്. ഇത് നമ്മളൊന്നും ഇവിടെ അങ്ങനത്തെ ഫ്രീഡങ്ങളൊന്നുമില്ല. ഇവിടെ പൊതുവെ നമ്മൾ പാട്രിക്കിനാണ് കൂടുതൽ എടുക്കുക കേട്ടോ. അപ്പം ഇത് ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് അവിടേക്ക് ഇങ്ങനെ കണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽസിന് എടുക്കാം ഏത് സ്കിന്നിന്റെ ഗ്രൂപ്പിനെ ഞാൻ ട്രേസ് ചെയ്യണം. ഞാൻ അച്ഛന്റെ വഴി എന്റെ കുടുംബക്കാരെ നോക്കണോ അതോ അമ്മേന്റെ വഴി കുടുംബക്കാരെ നോക്കണോ? അപ്പം ഒരേ പാരന്റിന്റെ മക്കൾക്ക്, രണ്ട് മക്കളുണ്ട്, രണ്ടുപേർക്കും ഡിഫറെന്റ് സ്കിൻ ഗ്രൂപ്പിന്റെ റൂട്ട് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളും നിങ്ങളെ ചേട്ടനും വേറെ വേറെ ആയിരിക്കും, നിങ്ങളും നിങ്ങളെ സിസ്റ്ററും വേറെ വേറെ ആയിരിക്കും എന്ത് ചെയ്യാം? സ്കിൻ ഗ്രൂപ്പുകളെ എടുക്കുക. ബൈലാറ്ററൽ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ഇൻ സിസ്റ്റം ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് അഫിലിയേറ്റഡ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് കിൻ ഹു ആർ റിലേറ്റഡ് ടു ഹിം ത്രൂ ബോത്ത് ഹിസ് ഫാദർ ആൻഡ് മദർ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടുപേരെ എടുക്കും. ഞാൻ എന്റെ അച്ഛന്റെ വഴിയും ട്രേസ് ചെയ്യും, അമ്മേന്റെ വഴിയും ട്രേസ് ചെയ്യും. ചോയ്സ് അല്ല, രണ്ടും ട്രേസ് ചെയ്യുന്നു. മറ്റേടത്ത് എന്താണ്? രണ്ട് വഴിയും ട്രേസ് ചെയ്യാം, പക്ഷെ ഏത് വേണം എന്നുള്ളത് എന്ത് ചെയ്യാം? എനിക്ക് എടുക്കാം. അച്ഛന്റെ, ഒന്നുകിൽ അച്ഛന്റെ എടുക്കാം അല്ലെങ്കിൽ അമ്മേന്റെ എടുക്കാം. എനിത്തിങ് ഏതെങ്കിലും ഒന്ന് എനിക്ക് എടുക്കാൻ പറ്റും. ഇവിടെ എന്താണ്? രണ്ടും ഞാൻ എന്ത് ചെയ്യും? ട്രേസ് ചെയ്യും. എന്റെ അമ്മേന്റെ സൈഡും ട്രേസ് ചെയ്യും, അച്ഛന്റെ സൈഡും ട്രേസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൈലാറ്ററൽ എന്ന് വിളിക്കുന്നത്. കിൻ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ടു ബോത്ത് ഹിസ് ആൻഡ് ഫാദർ. ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ബോത്ത് പാട്രി ആൻഡ് മാട്രിക് ഇൻ ഓഫ് ഫാദർ ആസ് വെൽ ആസ് ദി പാട്രി ആൻഡ് മാട്രിക് ഇൻ ഓഫ് മദർ. എല്ലാം ഇൻക്ലൂഡ് ആവും. ബേസിക്കലി എങ്ങനെയായിരിക്കും ഇതിനകത്ത് വരിക? ഞാൻ
ഞാൻ ട്രേസ് ചെയ്യുമ്പോൾ എന്റെ അച്ഛനല്ലേ, എന്റെ അച്ഛൻ, എന്റെ അമ്മ, അമ്മേന്റെ അച്ഛൻ, അമ്മേന്റെ അമ്മ, ഇങ്ങനെ എന്ത് ചെയ്യും, വലിയ ട്രീ ആയിട്ട് വരും. എല്ലാം എടുക്കാൻ പറ്റും എനിക്ക്, രണ്ടും എടുക്കും, രണ്ട് സൈഡിന്റെ പാട്രിക്കിനും എടുക്കും മാട്രിക്കിനും എടുക്കും. അപ്പം ഇവിടെ എത്തുമ്പോഴേക്ക് ഇതുണ്ട്, ഇവിടെ എത്തുമ്പോഴേക്ക് ഇത് ഭയങ്കര വൈഡായി, രണ്ട് സൈഡ് എടുത്ത് കുറച്ചുകൂടി എത്തുമ്പോഴേക്ക് ഭയങ്കര ബോർഡൊന്നും തികയാത്ത രീതിയിലേക്ക് എത്തും. ഭീകരമാണ്. മനസ്സിലായോ? ഇത് മനസ്സിലായോ എന്താണ്? ബോത്ത് സൈഡും എടുക്കാൻ പറ്റും, രണ്ട് അച്ഛന്റെ എടുക്കും അമ്മേന്റെ എടുക്കും, രണ്ടുപേരത്തെ എടുക്കുന്നതാണ് ബൈലേറ്റർ. പാരലൽ ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഫീമെയിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രേസസ് ടു മദർ സൈഡും, മെയിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രേസസ് ടു ഫാദർ സൈഡും. രണ്ട് പാരലാണ്. ആണുങ്ങളെല്ലാം അച്ഛന്റെ സൈഡും എടുക്കും, പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങളെ സൈഡും എടുക്കും. ക്രോസ് എന്തായിരിക്കും? പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? അച്ഛന്റെ സൈഡ് എടുക്കും, ആണുങ്ങൾ എന്താ ചെയ്യും? അമ്മേന്റെ സൈഡ് എടുക്കും. സിമ്പിൾ അല്ലേ? പാരൽ എന്ന് പറയുമ്പോൾ ആ വേർഡ് പോലെ തന്നെ, രണ്ടും. മറ്റേതാകുമ്പോൾ ക്രോസ് ചെയ്ത് പോകും. ബൈലാറ്റർ ആകുമ്പോൾ അച്ഛനും അമ്മേന്റെയും രണ്ട് സൈഡും എടുക്കും, രണ്ടിന്റെയും പാട്രിക്കിനും എടുക്കും മാട്രിക്കിനും എടുക്കും. ഇവിടെ എന്ത് ചെയ്യാം? രണ്ടും എടുക്കാം. അത് ഏതെടുക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് പാരന്റ്സിനെ എടുക്കുന്നതിനാണ് കൊഗ്നിറ്റീവ് എന്ന് പറയുന്നത്. യൂണിലീനിയൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒറ്റ പാരന്റിനെ എടുക്കാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾ പാട്രിക്കിൻ കണ്ടു, മാട്രിക്കിൻ കണ്ടു, ഡബിൾ ഡിസെൻഡ്. ഡബിൾ ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? അച്ഛന്റെ പാട്രിലീനിലും അമ്മേന്റെ മാട്രിലീനിലും എടുക്കും. ബൈലീനിയൽ ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ എടുക്കും? അച്ഛന്റെ, ഇതല്ലേ കോംപ്ലക്സ്? ഓക്കെ, പാട്രിക്കിൻ വാസ് ഓൾസോ, അച്ഛന്റെ പാട്രിക്കിനും എടുക്കും, അതുമായി റിലേറ്റ് ചെയ്യുന്ന മാട്രിക്കിനും റിലേറ്റീവ് എടുക്കും. അല്ല, അച്ഛന്റെ അച്ഛൻ 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 ആണുങ്ങൾ മാത്രമാണ് പാട്രിക്കിൻ, അമ്മേന്റെ സൈഡിനെയാണ് മാട്രിക്കിൻ എന്ന് വിളിക്കുന്നത്. അപ്പം പാട്രിക്കിനും മാട്രിക്കിനും ഒന്നിച്ച് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അച്ഛന്റെ അമ്മേന്റെ സൈഡും വരും. പക്ഷെ അമ്മേന്റെ സൈഡിൽ നിന്ന് എന്ത് വരില്ല? അച്ഛൻ വരില്ല. അത് അമ്മേന്റെ അച്ഛൻ, അമ്മേന്റെ അച്ഛൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. കുറെ അച്ഛന്മാരുള്ളതുകൊണ്ടേ ബേസിക്കലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കിൻസ്കിപ്പ് ഗ്രൂപ്പ് ചോദിക്കും. ഓക്കെ, ബാക്കിയെല്ലാം സിമ്പിൾ ആണ്. ആ ഒരു സാധനം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് സാധനം വരിക. അതാണ്. അതായത് കുടുംബക്കാരുമായിട്ട് ബന്ധം വേണം അപ്പൊ കൃത്യം. അതായത് ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ. അതല്ലേ അച്ഛൻ്റെ അമ്മ? അല്ലല്ല, ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ, അതേപോലെ തന്നെ ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ അമ്മൂമ്മ. ഓക്കെ, പക്ഷെ എൻ്റെ അച്ഛൻ കണക്ഷൻ പോലെ. ഹലോ, കേൾക്കാവോ ഓൺലൈൻ? ഇവിടെ മാത്രം പോലെ. ഞാൻ, അച്ഛൻ, അല്ല, ഞാൻ, അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അച്ഛൻ, അപ്പൂപ്പൻ, ആ ലൈനും. ഞാൻ, അച്ഛൻ, അമ്മ, അമ്മേന്റെ അമ്മ, അമ്മൂമ്മ, അങ്ങനെ പോകും. പക്ഷെ ഏത് പോകുന്നില്ല? അമ്മ, അമ്മേന്റെ അച്ഛൻ, അച്ഛന്റെ അമ്മ, ആ സാധനം പോകുന്നില്ല. ക്ലോസ് ആയിട്ട് പോകുന്നില്ല. ഒന്നും കൂടെ പറഞ്ഞേ സർ. സാർ ഇങ്ങനെ വന്നപ്പോ കൺഫ്യൂഷൻ. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് ഞാനാണേ, ഇതാരാണ്? എൻ്റെ അച്ഛൻ, ഇതെന്റെ അമ്മ. ഈ ലൈൻ ഇങ്ങനെ എന്തായാലും പോകുന്നുണ്ട്. അപ്പൂപ്പൻ അമ്മൂപ്പ ആ ലൈൻ പോകുന്നുണ്ട്. അതേപോലെ ഏത് ലൈനും പോകും. പക്ഷെ അമ്മയ്ക്ക് ആരുണ്ട്? ഇവിടെ ഒരു അച്ഛനുണ്ട്. ഈ അച്ഛൻ പോകുന്നില്ല. ഈ ലൈൻ അവിടെ കട്ടായി പോയി. മനസ്സിലായോ? ബൈലീനിയല്ലേ ഞാൻ പറയുന്നത്? ഡബിൾ ഡിസെൻഡ് എന്താണ്? ബേസിക്കലി പാട്രിലീനിയർ റിലേറ്റീവ്സ് ഓഫ് ഹിസ് മദർ. ഈഗോ ഇൻഹെറിറ്റ്സ് ഫാദേഴ്സ് പാട്രിലീനിയർ റിലേറ്റീവ്സ് ആൻഡ് ഹിസ് മദേഴ്സ് മാട്രിലീനിയർ. അച്ഛന്റെ 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 അച്ഛൻ, അമ്മേന്റെ അമ്മ 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 പോകുന്നതാണ് ഇത് പറയുന്നത്. അമ്മ എടുക്കുന്നില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ബൈലീനിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛൻ അച്ഛന്റെ സൈഡിൽ നിന്നും, അല്ലല്ല,
ഡബിൾ ഡിസെന്റ് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഡബിൾ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്ലിയർ അല്ലേ? എന്താണ് ഡബിൾ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ. എന്താ ഡബിൾ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ? അച്ഛന്റെ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, ആ സാധനങ്ങൾ പോകുന്നു. പക്ഷെ ബൈലിനിയറിൽ വന്നപ്പോ എന്ത് വന്നു? അച്ഛൻ, അമ്മ, അച്ഛനും അമ്മയും വരുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നുണ്ട്? അച്ഛന്റെ അച്ഛനും അച്ഛന്റെ ഗ്രാൻഡ്മയും വരുന്നുണ്ട് അവിടെ. പാട്രി ലീനിയറിൽ മാട്രി ലീനിയറിൽ കണക്ട് ആവുന്നുണ്ട്. അച്ഛനും അപ്പൂപ്പൻ, അപ്പൂപ്പന്റെ ഭാര്യ എന്ന് പറയുന്ന അമ്മൂമ്മ, മനസ്സിലായോ? കണക്റ്റഡ് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്ത് അത് കണക്ട് ആവുന്നില്ല. ആ അച്ഛനുമായിട്ട് കണക്ഷൻ വരുന്നില്ല. എന്റെ അമ്മോ, നോക്കിയോ? ഓക്കെ, മതിയില്ലേ? ഇവിടെ എനിക്ക് കണക്ഷൻ വന്നു. ഇവര് തമ്മിൽ കണക്ഷൻ വന്നു. ഇനി ഇതിൽ പോയിട്ട് ഈ കണക്ഷൻ വന്നു, ഈ കണക്ഷൻ വരും. പക്ഷെ ഇവിടെ പോകുമ്പം ഈ കണക്ഷൻ വരുന്നു, ഈ കണക്ഷനിൽ വരുന്നില്ല. അത് അമ്മൂമ്മ അല്ല, അപ്പൂപ്പൻ അല്ല, അമ്മേന്റെ അമ്മ. മനസ്സിലായി നിങ്ങൾക്ക്? പോകരുത്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഓൺലൈൻ മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, വെരി ഗുഡ്. അവിടെ നിർത്തിക്കോ. സോ ചോദിക്കാറുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസ്റ്റൻസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് എഴുതണേ. ആ ഗ്രാഫ് ഞാൻ വരച്ചത് എന്ത് ചെയ്യണം? അതും വരയ്ക്കണം കേട്ടോ ഇന്നത്തേക്ക്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പാട്രിയാർക്കി ആൻഡ് എൻടൈറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. വാട്ട് ഈസ് പാട്രിയാർക്കി? എന്താണ് പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയും പാട്രിയാർക്കി എന്ന് പറയാറുണ്ട്. എന്താണ് പാട്രിയാർക്കി? മെയിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന, അതായത് ദർ ഈസ് ആൻ അതോറിറ്റി സ്ട്രക്ചർ. പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ ദർ ഈസ് ആൻ അതോറിറ്റി സ്ട്രക്ചർ. ദാറ്റ് മീൻസ് വൺ ജെൻഡർ ഈസ് ബിലോ ദി അതർ ജെൻഡർ ആണ്. ഒരു ജെൻഡറിന്റെ കീഴിലാണ് വേറൊരു ജെൻഡർ എന്ന് നമ്മൾ വിചാരിക്കുന്ന അതോറിറ്റി സ്ട്രക്ചർ വരുന്നതിനാണ് നമ്മൾ പാട്രിയാർക്കി എന്ന് പറയുന്നത്. ആ പാട്രിയാർക്കി എന്ന് പറയുന്ന അതോറിറ്റി സ്ട്രക്ചറിൽ എന്തായിരിക്കും? ആരായിരിക്കും താഴെ വരിക? ഫീമെയിൽ എന്ന് പറയുന്ന ജെൻഡർ താഴെയും, മെയിൽ എന്ന് പറയുന്നത് എവിടെയും വരും? മേലെയും വരും. സോ ഇറ്റ്സ് എ പാട്രിയാർക്കി is defined as the authority structure woven around which keeps the woman subjugated to all the aspects of life. അപ്പം എല്ലാ സൊസൈറ്റിന്റെ ഇൻട്രസ്റ്റും ആർക്ക് വേണ്ടിയിട്ടായിരിക്കും വുമൻ ചെയ്തിട്ടുണ്ടാവുക? ബേസ്ഡ് ഓൺ മെന്നിന്റെ ഇൻട്രസ്റ്റിനായിരിക്കും. സോ മെൻ എന്ത് ചെയ്യുന്നു? വുമനെ സബ്ജുഗേറ്റ് ചെയ്തിട്ട് മെൻ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻ ഓഫ് സൊസൈറ്റിനെയാണ് നമ്മൾ പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. ഇനി പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഞാൻ ഒരു കാര്യം, ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ കംപ്ലീറ്റ്ലി വുമൺ ഒരു പവറും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്താ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഡോമിനേറ്റഡ് ആയിരിക്കുന്നത്. എങ്ങനെ? മെയിലിന്റെ പവർ ആയിരിക്കും ഡോമിനേറ്റഡ് ആയിരിക്കുന്നത്. മെയിലിന്റെ പവർ ഡോമിനേറ്റഡ് ആയിരിക്കും. പക്ഷെ ഫീമെയിലിന് ഈ പവർ കൊണ്ട് ഗുണങ്ങളുണ്ടോ? വുമന്റെ ഇൻട്രസ്റ്റ് എന്തായാലും മെയിലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഫീമെയിൽ ഇൻട്രസ്റ്റ് മെയിലിന്റെ അണ്ടർസ്റ്റാൻഡിലായിരിക്കും. പക്ഷെ വുമൺ എന്ത് ചെയ്യാറുണ്ട്? വുമണ് അവരുടെ ഇൻട്രസ്റ്റിന് വാല്യൂ ഇല്ലല്ലോ പാട്രിയാർക്കിയില്. ഓക്കെ, വാല്യൂ ഇല്ലാന്ന് നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി പാട്രിയാർക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആണ് ഡൊമിനേറ്റഡ്, ഫീമെയിൽ ആണ് സബ്ജുഗേറ്റഡ് ആണ്. മെയിലിന് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കിയത്. അതിന്റെ അർത്ഥം ഫീമെയിൽ കംപ്ലീറ്റ്ലി പാസീവ് ആണെന്നുള്ളതല്ല. ഈ സിസ്റ്റത്തിൽ എല്ലാത്തിലും ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഈ ലൂപ്പ് ഹോൾസ് ആര് ജുഡീഷ്യലി യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? ഫീമെയിൽ അത് ജുഡീഷ്യലി യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ആ ലൂപ്പ് ഹോൾസിലൂടെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് വേണ്ട ഇൻട്രസ്റ്റ് ഇവർ നേടിയെടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ഫെമിനിസ്റ്റ് മൂവ്മെന്റ് നല്ല സ്ട്രോങ് ആയിട്ട് നടക്കുന്നില്ലേ? പാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ? ലോയിൽ ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്? ഫീമെയിലിനല്ല കിട്ടുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? പാട്രിയാർക്കലാണ് സൊസൈറ്റി. ഇപ്പം കുറെ ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈവൻ ദ പാട്രിയാർക്കൽ സൊസൈറ്റി ആണ് എന്നുണ്ടെങ്കിലും വുമൺ എന്തല്ല, കംപ്ലീറ്റ്ലി പാസീവ് ആണെന്ന് പറയാൻ പറ്റില്ല. വുമണും എന്ത് ചെയ്യുന്നുണ്ട്? അതോറിറ്റി സ്ട്രക്ചർ പല സ്ഥലത്തും എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ പാട്രിയാർക്കിനെ പറ്റി പറയുമ്പോൾ വുമൺ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാട്രിയാർക്കൽ സ്ട്രക്ചർ സൊസൈറ്റിയിൽ വുമൺ ആർ ഗെറ്റിംഗ് എക്സ്പ്ലോയിറ്റഡ് എന്നുള്ളതാണ് ഡിഫറെന്റ് തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇപ്പം സാൽവിയ വാൽബി എന്ന് പറയുന്ന തിങ്കർ ഉണ്ട്. ഷീസ് ആക്ച്വലി സെയിങ് ദാറ്റ് ദർ ആർ 5 elements which women are getting exploited. 5 സ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? വുമണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വർക്ക് ബേസ്ഡ്. വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നോക്കിയ വർക്ക് പ്ലേസിൽ എന്തൊക്കെ വുമണിന് എന്തൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്? ഇപ്പൊ സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, നമ്മൾ നിർഭയ ഫണ്ട് കേസ് അങ്ങനെയൊക്കെ വരുന്ന സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, പോഷ് ആക്ട് വരുന്നതൊക്കെ എന്തിനാണ്? ഈ വർക്ക് പ്ലേസിലുള്ള വുമണിനെതിരെയുള്ള
റേപ്പ് പോലെയുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് പോലെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത് ജെൻഡർ ഗ്യാപ്പ് കാണാൻ പറ്റും. ഈക്വൽ വർക്ക് ഫോർ ദർ ഇസ് നോ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അല്ലെ. വുമൺ എന്താണ് എപ്പോഴും വർക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിലും പേയ്മെന്റ് എന്തായിരിക്കും മെയിലിനെക്കാട്ടും കുറവായിരിക്കും. അതേപോലെ തന്നെ വർക്ക് സ്പേസിൽ വുമണിന് എത്താൻ പറ്റുന്നതിനുള്ള ലിമിറ്റേഷൻ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ സിഒമാരെ എണ്ണം എടുത്തു നോക്കി കഴിഞ്ഞാൽ കൂടുതൽ സിഒമാർ ആരായിരിക്കും? മെയിലായിരിക്കും, ഫീമെയിൽ ആയിരിക്കില്ല. ഫീമെയിലിന് എന്ത് ചെയ്യില്ല, മെയിലിന് കിട്ടുന്ന അത്ര രീതിയിലുള്ള ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്കുള്ള പ്രൊമോഷൻസ് കിട്ടില്ല. ഇതിന് നമ്മൾ വിളിക്കുന്ന ടേമാണ് എന്താണ്? ദർ ഇസ് എ ഗ്ലാസ് സീലിംഗ് ഇൻ ദി വർക്ക് സ്പേസ്. ഒരു പോയിന്റ് ചെയ്യുമ്പോൾ എന്താണ് വുമണിന് കാരണം. എന്തുകൊണ്ടാണ് ഇതിനെ ഗ്ലാസ് സീലിംഗ് എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് ഗ്ലാസ് ആകുമ്പോൾ യു കനോട്ട് സീ ഇറ്റ്, ബട്ട് ദർ ഇസ് എ സീലിംഗ്. തല തട്ടും, പക്ഷെ എന്താ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ആ സീലിംഗ് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ഗ്ലാസ് സീലിംഗ് എന്ന് വിളിക്കുന്നത്. യു കനോട്ട് സീ ഇറ്റ് ബട്ട് ദർ ഇസ് എ സീലിംഗ്. അതായത് ഫീമെയിലിനെ സിഒ ആക്കാൻ പറ്റില്ല എന്ന് എവിടെയെങ്കിലും റൂൾ എഴുതി വെച്ചിട്ടുണ്ടോ? ദർ ഇസ് നോ സച്ച് റൂൾ. ബട്ട് ഇൻഹെറിറ്റൻലി എന്ത് ചെയ്യുന്നില്ല, നോബഡി ചൂസ് ടു ഫീമെയിൽ സിഒ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ചൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരിക്കും. ഇപ്പൊ കേരളത്തില് പൊളിറ്റിക്സിലൊക്കെ ക്ലാസ് സീലിംഗ് നമുക്ക് വേണം പറയാം. കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി ഇതുവരെ വന്നിട്ടില്ല. മേ ബി ബിക്കോസ് ഓഫ് ക്ലാസ് സീലിംഗ്. പല വുമണിനും എന്താണ് സ്ട്രെങ്ത്ഫുൾ ആയിട്ടുള്ള വുമൺ ലീഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, പതുക്കെ നമ്മൾ തഴന്ന് കളയും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്ലാസ് സീലിംഗ് എന്ന് പറയാം. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവർക്ക് കേപ്പബിൾ അല്ല, വുമൺ ബിക്കം ബോസി ആയിട്ടാണ് നമ്മൾ എന്ത് പറയാ, വുമണ് ഒരു ടോപ്പ് അതോറിറ്റി വരുമ്പോൾ വുമൺ ബോസി ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഒരു പവർഫുൾ ഒരു ബ്രീച്ച് ഓഫ് പവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി വുമൺ അവിടെ വർക്കിൽ മാത്രമല്ല, ഡൊമസ്റ്റിക് ലൈഫ് നോക്കുകയാണെങ്കിൽ അവിടെയും വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും കുറെ രീതിയിൽ വുമണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടറിയാം നമ്മൾ എന്താണ് ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ്, ഓക്കെ, ഇപ്പൊ ഡൊമസ്റ്റിക് അബ്യൂസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൺപെയ്ഡ് വർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വുമൺ എന്ത് ചെയ്യണം, വീട്ടിലെ വർക്ക് എടുക്കണം. പക്ഷെ വീട്ടിലെ വർക്ക് എടുക്കുന്നതിന് എന്ത് ഉണ്ടാവില്ല, ജോലി ശമ്പളം കിട്ടില്ല. എന്തിലേ കിട്ടുള്ളൂ, കൈൻഡിലായിരിക്കും. ഇവർക്കുള്ള സാലറി ആയിട്ട് ക്യാഷ് ആയിട്ട് കിട്ടില്ല. അതേപോലെ തന്നെ ദർ വിൽ ബി ഡബിൾ ബർഡൻ ഓഫ് വർക്ക്. ബേസിക്കലി വുമൺ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ വുമൺ എന്തൊക്കെ ചെയ്യണം, വീട്ടിലുള്ള പണിയും ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളെ വീട്ടുകാരെ അമ്മയൊക്കെ വർക്ക് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാം. രാവിലെ നേരത്തെ എണീറ്റ് നിങ്ങൾക്കുള്ള സ്കൂളിലേക്ക് പോകാനുള്ള ഫുഡും ഉണ്ടാക്കണം. ഓൾസോ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യണം, പണിയെടുക്കണം. അപ്പൊ ഡബിൾ ബർഡൻ ആണ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ മെയിലിന് എന്ത് ചെയ്താൽ മതി, വർക്ക് മാത്രം ചെയ്താൽ മതി. വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്നില്ല, ഡൊമസ്റ്റിക് വർക്ക് ഒന്നും ചെയ്യണമെന്നില്ല. അപ്പൊ ഡബിൾ ബർഡൻ മെയിലിനില്ല. അതേപോലെ തന്നെ മാരിറ്റൽ റേപ്പ്, വൺ ഓഫ് ദ സീരിയസ് ഇഷ്യൂ അല്ലെ. ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഭയങ്കര ഇന്ത്യയിൽ എന്താണ് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് ലീഗലൈസ്ഡ് ആണ്. ഇന്ത്യയിൽ എന്ത് ചെയ്യാം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വുമന്റെ സമ്മതം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നിങ്ങളുടെ വൈഫുമായിട്ട് നിങ്ങൾക്ക് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ പറ്റും. സോ ദാറ്റ് ഈസ് എമൗണ്ട് ലീഡ് ടു മാരിറ്റൽ റേപ്പ്. സോ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന ഒരു അബ്യൂസ് ആണ്, വിച്ച് ഈസ് ഓൾസോ എന്താണ്, മാരിറ്റൽ റേപ്പ് വുമൺ ഡൊമസ്റ്റിക്കലി അനുഭവിക്കുന്ന ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതേപോലെ തന്നെ കൺട്രോൾ ഓഫ് സെക്ഷുവാലിറ്റി. എങ്ങനെയാണ് കൺട്രോൾ ഓഫ് സെക്ഷുവാലിറ്റി വരുന്നത്? ബേസിക്കലി അപ്പർ കാസ്റ്റ് വുമണിനാണോ ഏറ്റവും കൂടുതൽ ഫ്രീഡം, ലോവർ കാസ്റ്റ് വുമണിനാണോ? അപ്പർ കാസ്റ്റ്. അപ്പർ കാസ്റ്റ് വുമൺ ഉണ്ട് ആൻഡ് ലോവർ കാസ്റ്റ് ഉണ്ട്. ആർക്കാ ഫ്രീഡം? അപ്പർ കാസ്റ്റ് ആണ് കൂടുതൽ ഫ്രീഡം അല്ലേ? ആണോ? അല്ല, ലോവർ കാസ്റ്റ് വുമണിനാണ് ഫ്രീഡം. അപ്പർ കാസ്റ്റ് വുമണിന് ഒരിക്കലും ഫ്രീഡം ഉണ്ടാവില്ല. അപ്പർ കാസ്റ്റ് വുമൺ ഇസ് മോർ റെസ്ട്രിക്റ്റഡ്. നിങ്ങൾക്ക് അപ്പർ കാസ്റ്റ് മെൻ ഹാസ് മോർ ഫ്രീഡം. കാരണം അപ്പർ കാസ്റ്റ് മെൻ എവിടെ പോകും? ഫോർ എക്സാമ്പിൾ സംബന്ധം, ദർ ഇസ് നോ കൺട്രോൾ ഓൺ സെക്ഷുവാലിറ്റി അല്ലെ. എന്ത് ചെയ്യും, വേറെ വീടുകളിൽ പോയിട്ട് സംബന്ധത്തിന് വേറെ പെൺകുട്ടികളായിട്ട് അവരെന്ത് ചെയ്യും, സെക്ഷൽ റിലേഷൻ. നിങ്ങൾ പഴയ തറവാട് സിനിമ കാണുമ്പോൾ പണിക്ക് വരുന്ന ആളുകളൊക്കെ പോയി സെക്ഷൽ അങ്ങനെയൊക്കെ സിനിമ കാണാറില്ലേ? ഇതൊക്കെ എന്താണ്, ദർ ഇസ് നോ സെക്ഷുവാലിറ്റി കൺട്രോൾ. പക്ഷേ വുമൺ ഓഫ് അപ്പർ കാസ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ്. പക്ഷെ ലോവർ കാസ്റ്റ് വുമൺ എന്ത് ചെയ്യാൻ പറ്റും, ലോവർ കാസ്റ്റ് വുമണിന് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റും. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലോവർ കാസ്റ്റ് വുമൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പണിക്ക് പോവാം, വർക്ക് എടുക്കാൻ പോവാം, നിങ്ങൾക്ക് പുറത്ത് പോവാം, നിങ്ങൾക്ക് ഇപ്പൊ കാട്ടിൽ പോയി സാധനങ്ങൾ ശേഖരിക്കാൻ പോവാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് പാടത്ത് പോയി പണിയെടുക്കാൻ പോവാം. അപ്പൊ ലോവർ കാസ്റ്റ് വുമൺ ഹാസ് എ മോർ എക്കണോമിക്കൽ പവർ കമ്പയർഡ് ടു അപ്പർ കാസ്റ്റ് വുമൺ. അപ്പർ കാസ്റ്റ് വുമണിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, പുറത്തു പോകുന്നത് എപ്പോഴും ബാക്കിയുള്ള ആണുങ്ങളെ കാണുന്നതും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടാവും. വൈ ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ്? അല്ല സാർ, പക്ഷെ എക്കണോമിക്കലി ഒന്നും കൂടെ സ്വത്തൊക്കെയുള്ള അപ്പർ കാസ്റ്റിനല്ലേ? പക്ഷെ ആ സ്വത്ത് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. വുമണിന് സെക്ഷുവാലിറ്റിയിലുള്ള കൺട്രോൾ ചെയ്യാൻ പറയുന്നത്. വുമണിന് എന്താണ് കംപ്ലീറ്റ്ലി സെക്ഷുവാലിറ്റി കൺട്രോൾ. വുമണിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റാണുങ്ങളെ കാണാനോ വീടിന്റെ പുറത്തിറങ്ങാനോ അപ്പർ കാസ്റ്റ് വുമണിന് പറ്റില്ല. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പർ കാസ്റ്റ് വുമൺ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാനൊന്നും ഇന്നത്തെ സൊസൈറ്റി അല്ല കേട്ടോ,
നോർമലി കേരളത്തിലെ ട്രഡീഷണൽ, ഇന്ത്യയിലെ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയെ പറ്റി പറയുന്നത് ഒരു 50 വർഷത്തോളം ഉള്ള സൊസൈറ്റി. ഇപ്പോഴും ഇങ്ങനത്തെ സൊസൈറ്റികളുണ്ട്. നമ്മൾ കേരളത്തെ വെച്ചിട്ട് ഇന്ത്യയിൽ അളക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് തെറ്റിപ്പോകും. നിങ്ങൾ കേരളത്തെയാണ് കാണുന്നത്, നമ്മൾ സംസാരിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റികളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം എന്താണ്, ദർ ഇസ് എ ഡിഫറൻസ്. ഇപ്പൊ സെക്സ്വാലിറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വുമൺ എന്ത് ചെയ്യും, പുറത്തു വിടില്ല. എന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്? വേറെ താഴ്ന്ന ജാതിക്കാരനുമായിട്ട്, ഫോർ എക്സാമ്പിള് മെന്നിന് താഴ്ന്ന ജാതിക്കാരനുകാരിയായിട്ട് ഒരു ആളുമായിട്ട് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കാസ്റ്റ് നഷ്ടപ്പെടുകയില്ലോ? നഷ്ടപ്പെടില്ല. അത് ഓതറൈസ്ഡ് ആണോ? കുഴപ്പമുണ്ടോ? അക്സെപ്റ്റബിൾ ആണ് ബേസിക്കലി. അതിനെ ഭയങ്കര നമ്മൾ ട്രഡീഷണലി അതിനൊരു കൾച്ചറൽ റൈറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ സംബന്ധത്തോടു കൂടിയിട്ട് ഇവർക്ക് ചെറിയൊരു മൊബിലിറ്റി കിട്ടും. ഈ വീട്ടിൽ സംബന്ധം വരുന്നതുകൊണ്ട് ലോവർ കാസ്റ്റിന് ചെറിയൊരു മൊബിലിറ്റി കിട്ടും. പക്ഷെ ഒരിക്കലും ഇവർ എന്ത് ചെയ്യില്ല, ഈ കാസ്റ്റിലുള്ള ആവില്ല. പക്ഷെ അപ്പർ കാസ്റ്റ് വുമൺ ഒരു ലോവർ കാസ്റ്റ് മെന്നുമായിട്ട് സെക്സ്വൽ റിലേഷൻഷിപ്പ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ഇഷ്യൂ. അവിടെ എന്ത് ചെയ്തു, ആ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു. പക്ഷെ അപ്പർ കാസ്റ്റ് മെൻ ലോവർ കാസ്റ്റ് വുമന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്യൂരിറ്റിനെ ഒന്നും ബാധിക്കില്ല. ദർ ഇസ് നോ പ്രോബ്ലം. ബേസിക്കലി എന്താണ് കാസ്റ്റ് എന്നതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണ്? പ്യൂരിറ്റി ആൻഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ കോൺസെപ്റ്റ് ഈസ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. എന്താണ് പ്യൂരിറ്റി? അപ്പർ കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ കാസ്റ്റ് ആണ്. പൊല്യൂട്ടഡ് കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോവർ കാസ്റ്റ് ആണ്. വൈ പ്യൂരിറ്റി അപ്പർ കാസ്റ്റ്? ദേ ഡോണ്ട് ഈറ്റ് മീറ്റ്, അല്ലെ? അവർ മീറ്റ് ചെയ്യില്ല, അവർ റിലീജിയസ്ലി എന്ത് ചെയ്യണം, റിച്വൽസ് ചെയ്യാനുള്ളതാണ്. സോ ദർ ഷുഡ് ബി പ്യൂരിറ്റി. അതുകൊണ്ട് ഈ പ്യൂരിറ്റി നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റും, സെറ്റിൽമെന്റിൽ കാണാൻ പറ്റും. അപ്പർ കാസ്റ്റ് എവിടെ താമസിക്കുക? അഗ്രഹാരം. ലോവർ കാസ്റ്റ് എവിടെ താമസിക്കുക? ചേരി. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു മിഡിൽ ക്ലാസ് കാസ്റ്റ് ഇതിന്റെ നടുക്കുണ്ടാവും. വൈ? ബിക്കോസ് ചേരിയിലെ ആളുകൾ ഒരിക്കലും എവിടെ എത്താൻ പാടില്ല, അഗ്രഹാരത്തിൽ എത്താൻ പാടില്ല. അഗ്രഹാരത്തിലെ ആളുകൾ എവിടെയും പോവില്ല, ചേരിയിലും പോവാം. പക്ഷെ അഗ്രഹാരത്തിലെ മെൻ എവിടെ പോകും? ചേരിയിൽ പോകും. വിച്ച് ഇസ് നോട്ട് എമൗണ്ട് ടു മിക്സർ ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. ബട്ട് എ വുമൺ ഫ്രം അഗ്രഹാരം ചേരിയിലോ ഇവിടെയോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കൺസിഡർഡ് പൊല്യൂഷൻ. സോ ബേസിക്കലി എന്താണ്, ദേ ആർ കൺട്രോളിങ് ദ സെക്ഷുവാലിറ്റി ഓഫ് വുമൺ. ബേസിക്കലി ആണുങ്ങൾ ഉണ്ടാക്കിയ സിസ്റ്റം അല്ലേ. ആണുങ്ങൾക്ക് എന്ത് ചെയ്യണം, പോകണം. പക്ഷെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ പെണ്ണെന്ത് ചെയ്യും, ആ കാസ്റ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അപ്പൊ അത് ആ കാസ്റ്റിന്റെ പ്യൂരിറ്റിയെ ബാധിക്കും. കാരണം അപ്പർ കാസ്റ്റ് വുമണിൽ ഒരു ലോവർ കാസ്റ്റിലുള്ള മെന്നുമായി വന്നൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്യൂരിറ്റിയെ ബാധിക്കും. സോ സെക്ഷുവാലിറ്റി വിൽ ബി കൺട്രോൾ ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ. അപ്പം ഇതിന് ബേസിക്കലി ഇതിന് നമ്മൾ ഒരു പേര് വിളിക്കാറുണ്ട്, വിച്ച് ഇസ് കോൾഡ് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി. ഈ സെക്ഷൽ കൺട്രോൾ ഓഫ് വുമണിനെ വിളിക്കുന്ന പേരാണ് ബ്രാഹ്മണിക്കൽ. ഇത് സാൽവിയ വാൽപി പറഞ്ഞ ടേംസ് അല്ല കേട്ടോ. സാൽവിയ ബായി ഇന്ത്യൻ കോണ്ടസ്റ്റിൽ പറഞ്ഞതല്ല. ഇന്ത്യൻ കോണ്ടസ്റ്റിൽ കൺട്രോൾ ഓൺ സെക്ഷുവാലിറ്റി നമ്മൾ വിളിക്കുന്നതാണ് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി. So it's given by Uma Chakrabarti. Uma Chakrabarti, Brahminical value. So by controlling women's sexuality, status quo of caste can be maintained. So ഈ കാസ്റ്റ് മെയിൻറ്റെയിൻ, ഈ കാസ്റ്റിന്റെ ഈ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? വുമണിനാണ്, മെയിലിനില്ല. Okay, so woman by controlling the sexuality, the caste purity will be controlled, which is called as Brahminical patriarchy. It's a keyword. So Brahminical patriarchy അത് വെച്ചിട്ട് എന്ത് ചെയ്യും, വുമണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ടാബു ഓഫ് വിഡോ റീമാരേജസ് എന്ത് ചെയ്യാൻ പാടില്ല, വുമൺ എന്ത് ചെയ്യാൻ പാടില്ല, ഭർത്താവ് മരിച്ചാലും കല്യാണം കഴിക്കാൻ പാടില്ല. സതി എന്ത് ചെയ്യണം, പണ്ടെങ്ങനെയായിരുന്നു അല്ലേ, അതിൽ തന്നെ ചാടി മരിക്കണമായിരുന്നു, തിരിച്ച് വേറൊരാൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ്. ഇനി മറ്റ് വയലൻസസ് നോക്കിക്കഴിഞ്ഞാലോ, സെക്ഷൽ ഹറാസ്മെന്റ് വർക്ക് പ്ലേസ് ഉണ്ട് അല്ലെ. വയലൻസ് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്, സെക്ഷൽ ഹറാസ്മെന്റ് വർക്ക് പ്ലേസ് ഉണ്ട്, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഉണ്ട്. ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യും, ജെനിറ്റൽ കട്ട് ചെയ്ത് കളയും. സോ ദാറ്റ് ദർ വോണ്ട് ബി എനി സെക്ഷൽ പ്ലഷർ ടു വുമൺ. ആ സെക്ഷൽ പ്ലഷർ ഇല്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, വുമൺ വോണ്ട് ബി ഗോ ടു മെൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ചെറുപ്പം മുതലേ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ബേസിക്കലി എന്തായിരുന്നു കമ്മ്യൂണിറ്റിന്റെ പേര്? ദൗദി സുപ്രീം കോടതി ഈ റീസെന്റ് ജെനിറ്റൽ മ്യൂട്ടേഷൻ ബാൻ ചെയ്ത് വായിക്കുന്നില്ല അല്ലെ. അതിന്റെ എന്റെ മനസ്സിലാക്കി ദാവൂദ് ഇബ്രാഹിം എന്ന് വരിക. അങ്ങനെയാണ് കമ്മ്യൂണിറ്റിന്റെ പേര്. അത് നോക്കിക്കേ. സൂര്യ അതല്ല നോക്കുന്നത്. വേറെ
വെസ്റ്റേൺ ഇന്ത്യയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. റീസെന്റ് Supreme Court banned genital mutilation in this community. They are actually doing it as part of religious practices, but the idea is behind this എന്താണ്, ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. ബേസിക്കലി വുമന്റെ സെക്സ്വൽ പ്രഷർ കുറയ്ക്കുക, സോ ദാറ്റ് വുമൺ വോണ്ട് ബി ഗോയിങ് ഔട്ട് ഫോർ സെക്സ്വൽ റിലേഷൻഷിപ്പിന് വേണ്ടി പോവില്ല. അപ്പം അതേപോലെ തന്നെ ചില കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഇറാനിലും ഇറാഖിലൊക്കെ എന്ന് വെച്ചാൽ ജെന്റിൽ നമ്മൾ തുന്നിക്കെട്ടി വെക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ആരെ അഴിക്കുള്ളൂ? ദാവൂദി ബോഹ്റ ദാവൂദി ബോഹ്റ കമ്മ്യൂണിറ്റി. അത് ദാവൂദ് ഇബ്രാഹിം എന്നാണ് ഞാൻ എന്റെ മനസ്സിൽ ദാവൂദി ബോഹ്റ കമ്മ്യൂണിറ്റി. So they will do genital mutilation in India. Okay, it's basically banned, but still എന്ത് ചെയ്യാറുണ്ട്, ആ കമ്മ്യൂണിറ്റിന്റെ റിലീജിയസ് പ്രാക്ടീസസ്, they are saying that this is essential practice of their religion. ആ റിലീജിയനിലെ എസെൻഷ്യൽ പ്രാക്ടീസ് ആണ് ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ചെയ്യാന്ന് പറയുന്നത്. അല്ലാത്ത ചെയ്യാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ആ റിലീജിയന് എഗെയിൻസ്റ്റ് ആണ്, ദേ ആർ ഔട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി, ബാഡ് ഗേൾസ് ആണെന്നുള്ള രീതിയിലാണ് വരിക. ഇത് ആഫ്രിക്കയിലുള്ള കുറെ കമ്മ്യൂണിറ്റി ചെയ്യാറുണ്ട്, ബേസിക്കലി ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, വുമന്റെ സെക്ഷുവാലിറ്റിയെ കൺട്രോൾ. ഇറ്റ്സ് കൈൻഡ് ഓഫ് പെയിൻഫുൾ വയലൻസ് ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇത് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇറാനിലൊക്കെ ചില കമ്മ്യൂണിറ്റിയിൽ ഇവര് ജെനിറ്റലിൽ തുന്നിക്കുട്ടി വെക്കും. ഇത് ചെക്ക് ചെയ്യും കല്യാണം കഴിക്കുന്ന സമയത്ത്. ഇത് ചെറുപ്പത്തിന്റെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇത് തുന്നിക്കെട്ടി വെക്കും. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് കട്ടായിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യില്ല, വുമൺ ഈസ് നോട്ട് വെർജിൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വുമൺ വെർജിൻ അല്ല എന്നുള്ള രീതിയിലാണ്. പല കമ്മ്യൂണിറ്റിയിൽ ഇത് പൊട്ടിക്കുന്നത് ഭർത്താവ് മാത്രമൊന്നുമല്ല, ഭർത്താവിന്റെ അച്ഛനും ഭർത്താവിന്റെ ഏട്ടന്മാരും എല്ലാവരും വന്നിട്ട് നോക്കും ഈ തുന്നിക്കെട്ടിൽ അവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പം ഇതൊക്കെ എന്താണ്, വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആണ്. സോ കൾച്ചറലി ഉള്ള ഓരോ സിസ്റ്റം കാരണം എന്ത് ചെയ്യുന്നുണ്ട്, they will do, means they have to face this kind of violence because of patriarchal society. അതുപോലെ തന്നെ ഡിജിറ്റൽ വയലൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെക്സ്റ്റിംഗ്, അല്ലെ, ഡോക്സിങ്. ഡോക്സിങ് എന്താണ്, ബേസിക്കലി ഓഫ് സീൻ വീഡിയോസ് ഓഫ് വുമൺ എന്ത് ചെയ്യും ഇവര് ഇതിലിടും. ഇപ്പൊ എ ഒക്കെ വന്നതിന് ശേഷം മോർഫ് ചെയ്തിട്ട് എ മോർഫ് വീഡിയോസ് ഒക്കെ ഇടും. സോ ഓട്ടോമാറ്റിക്കലി ലുക്ക് ലൈക്ക് ഒറിജിൻ, ബട്ട് കൈൻഡ് ഓഫ് എന്താണ്, ഇവർക്കെതിരെയുള്ള സെക്സ്വൽ ഹറാസ്മെന്റ് ആണ്. ടെക്സ്റ്റിംഗ് ചെയ്യാറുണ്ട് ആളുകൾ. സോ ബേസിക്കലി സെക്സ്വൽ ചൊവ്വയുള്ള മെസ്സേജുകൾ പെൺകുട്ടികൾ അയക്കുക, ഡബിൾ മീനിങ് ഉള്ള മെസ്സേജ്, ഇതൊക്കെ എന്താണ്, ക്രൈമാണ്. സോ ദീസ് ആർ ദ വയലൻസ് ദേ ഈവൻ ഹാസ് ടു ഫേസ് ഇൻ ഡിജിറ്റൽ മീഡിയ. ഡിജിറ്റൽ മീഡിയയിൽ ഈ വയലൻസ് ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്, ഇതിനെതിരെ കംപ്ലൈന്റ് വരുന്നുണ്ടോ, ഇറ്റ്സ് ഗോയിങ് ടു സൈലൻസിങ്. എന്ത് ചെയ്യും ഈ പെൺകുട്ടി, ഡിജിറ്റൽ വയലൻസ് ഉണ്ടായി എന്ന് പറയുമ്പം നിങ്ങൾ വീട്ടിൽ പോയി പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെതിരെ ഒരാൾ ടെക്സ്റ്റ് ചെയ്തു, മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഡോക്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ ഇടാൻ നിന്നത്? സോ ദർ ആർ ഓൺലി ടു ഓപ്ഷൻ, ഐദർ യു ഷട്ട് ഔട്ട്, കംപ്ലീറ്റ്ലി ലോഗ് ഔട്ട് ആൻഡ് എക്സിറ്റ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം. ഓക്കെ, അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, വുമണിന് അവിടെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോബ്ലം. സോ അവിടുന്ന് എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ വ്യൂ പോയിന്റിനെ സൈലൻസ് ചെയ്ത് കളയാം. യു വിൽ ബി സൈലൻസ്. നിങ്ങൾ എന്ത് ചെയ്യില്ല, ഒന്നിനും പ്രതികരിക്കാൻ പോവില്ല, പിന്നെ സൈലൻസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കും, അതിനകത്ത് ഇല്ലാത്ത പോലെ എക്സിസ്റ്റ് ചെയ്യാത്ത പോലെ ഇരിക്കും. ദാറ്റ് ഈസ് അഗൈൻ എ പ്രോബ്ലം. ആൻഡ് ഇമോഷണൽ വയലൻസ് ഉണ്ട്. ഡോട്ടർ ലോയും അമ്മായിയമ്മയും മരുമോളും ഇമോഷണൽ വയലൻസ് ആണ്, അല്ലെ. അതിന്റെ പുറമെ തന്നെ ടോക്സിക് ബോയ് ഫ്രണ്ട് ഉണ്ട്, അതും ഇമോഷണൽ വയലൻസ് ആണ്. അമ്മായിയമ്മയും ഇപ്പൊ മോള് എന്ത് ചെയ്യുന്നു, ഞാനും എന്റെ അനിയത്തിയും, ഞാൻ ഇപ്പൊ ഒരാൾ കല്യാണം കഴിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്റെ അമ്മ എന്ത് ചെയ്യും, എന്റെ മോളെയും മരുമോളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യോ? എന്റെ അമ്മ ട്രീറ്റ് ചെയ്യും നല്ല, പക്ഷെ നോർമലി എന്ത് ചെയ്യാറില്ല, ട്രീറ്റ് ചെയ്യാറില്ല, അല്ലെ. ഞാൻ വെറുതെ പറഞ്ഞു, എനിക്ക് അപ്പം നോർമലി എന്താ, അമ്മായിയമ്മ മരുമോളെയും മോളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യില്ല. ഈ മോള് കല്യാണം കഴിച്ച് വേറെ വീട്ടിലായിരിക്കും, അവള് തിരിച്ചു വരുമ്പോൾ ഇവള് എന്ത് ചെയ്യില്ല, അടുക്കള കയറി പണിയെടുക്കില്ല, എവിടെയെങ്കിലും കിടന്നുറങ്ങും. അങ്ങനെ മരുമോക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? മരുമോക്ക് ഈ വീട്ടിൽ അങ്ങനെ കിടക്കാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മോക്ക് എന്തും ആവാം. സോ ദാറ്റ് ഈസ് മീൻസ് യു ആർ ട്രീറ്റിംഗ് ടു വുമൺ ഡിഫറെന്റ്ലി. ഇറ്റ്സ് ആൻ ഇമോഷണൽ വയലൻസ് അഗൈൻസ്റ്റ് വുമൺ. അതുപോലെ തന്നെ പിന്നെ എന്താ, ഫീമെയിൽ ഫിറ്റിസൈഡ് ഉണ്ട്, ഹോമിസൈഡ് ഉണ്ട്, ബ്രൈഡ് ബേണിംഗ്, വിച്ച് ഹണ്ടിങ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ബ്രൈഡ് ബേണിംഗ് എന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥം, കത്തിക്കും നിങ്ങള്. വിച്ച് ഹണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടുണ്ടോ, ഫാസിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, യോബിന്റെ പുസ്തകത്തില് അവളുടെ അമ്മേനെ കണ്ടിട്ടുണ്ട്. അവളെ അമ്മനെ എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് മാജിക് അറിയാം, അവൾ മോശം സ്ത്രീയാന്ന് പറഞ്ഞിട്ട് ആളുകൾ അവളെ എവിടെയും കേട്ടില്ല. യോബിന്റെ പുസ്തക സിനിമ ഓർക്കുന്നില്ല, ബ്ലാക്ക് മാജിക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, വിച്ച് ഹണ്ടിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് മോശം കേളാന്ന് പറഞ്ഞിട്ട് സൊസൈറ്റിന്ന് ഔട്ട്കാസ്റ്റ് ചെയ്യുക, അവരെ ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് വിച്ച് ഹണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. സോ സ്ത്രീധനം തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹേർട്ട് ചെയ്യുക, ഇതൊക്കെ എന്താ ബ്രൈഡ് ബേണിംഗ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വയലൻസ്, വുമൺ വയലൻസ് ഫേസ് ചെയ്യണം.
ആൻഡ് ഇത് മാത്രമല്ല, സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വുമണിനെതിരെ വയലൻസ് കൊണ്ടുവരുന്നുണ്ട്. വുമൺ റിസർവേഷൻ ബില്ല് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് 2008 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാ പാസ്സാവുന്നത്? 2024 പാസ്സായിട്ട് ഇനി ഇംപ്ലിമെന്റ് ആയി ഇപ്പോഴും. സോ ദേ ആർ ഗെറ്റിംഗ് ഡിലേഡ്. വൈ? men do not want women to get reservation and equal representation. So women in the state itself is having a negative attitude towards women. State എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഇത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഉണ്ട്. നമുക്ക് എന്തുണ്ട്, നാഷണൽ കമ്മീഷൻ ഓഫ് SC ഉണ്ട്, ST ഉണ്ട്, OBC ഉണ്ട്. ഇതെല്ലാം എന്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഉണ്ട്. പക്ഷെ നാഷണൽ കമ്മീഷൻ ഓഫ് വുമൺ ഇപ്പോഴും എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് മാത്രമല്ല, വിച്ച് മീൻസ് ദർ ഇസ് എ ഡിസ്ക്രിമിനേഷൻ. ആൻഡ് മെറ്റേണിറ്റി ലീവ് എന്ത് ചെയ്യുന്നു, വുമണിന് കൊടുക്കുന്നു. വേറെ പാറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. വുമന്റെ റെസ്പോൺസ്, മെറ്റേണിറ്റി ലീവിന്റെ പ്രശ്നം എന്താണ്, വെൻ യു ആർ ഗിവിംഗ് മെറ്റേണിറ്റി ലീവ് യു മേക്ക് ഷുവർ ദാറ്റ് എന്താണ് ഇത് പറയുന്നത്, ചൈൽഡ് റിയറിംഗ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വുമൺ എന്നാണ് സ്റ്റേറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഈ ഗ്യാസിന്റെ പരസ്യത്തില് അല്ലെങ്കിൽ ഗ്യാസിന്റെ ഗ്യാസ് സബ്സിഡി സേവ് ചെയ്യുന്ന പരസ്യം ഉണ്ടാവും. അതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഒരു വുമന്റെ ഫോട്ടോ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വുമൺ ടു കുക്ക് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞു, സ്വച്ഛ് ഭാരത് അഭിയാനിൽ നമ്മൾ പറഞ്ഞു, സ്വച്ഛ് ഭാരത് അഭിയാൻ വരുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ക്ലീൻ എനർജി വരുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വിറകടുപ്പ് മാറ്റിയിട്ട് എന്ത് മാറ്റും, ഗ്യാസ് അടുപ്പാക്കും, വിച്ച് വിൽ ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് വുമൺ എന്നാണ് എന്ത് പറയുന്നത്. പറയുമ്പോൾ ഇൻഡയറക്ട്ലി എന്ത് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വുമൺ ടു കുക്ക്. അപ്പൊ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, പാട്രിയാർക്കൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്. ആൻഡ് മാറ്റേണിറ്റി ലീവ് കൊടുക്കുന്ന സമയത്ത്, കൂട്ടുന്ന സമയത്ത് പ്രൈവറ്റ് കമ്പനീസ് എന്ത് ചെയ്യില്ല, ദർ ഇസ് എ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ഓൾസോ. പ്രൈവറ്റ് കമ്പനി പിന്നീട് വുമണിനെ ഹയർ ചെയ്യില്ല. കാരണം എന്താണ്, മാറ്റേണിറ്റി ലീവ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കാലത്ത് ശമ്പളം എന്ത് ചെയ്യേണ്ടി വരും, ഇവര് കൊടുക്കേണ്ടി വരും. അത് കമ്പനിക്ക് നഷ്ടമല്ലേ. അപ്പൊ കമ്പനി എങ്ങനെ ഹയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് കല്യാണം കഴിച്ച് റീസെന്റ് ആയിട്ട് കല്യാണം കഴിക്കാനുള്ള ആളുകളാണെങ്കിൽ ഇവരെന്ത് ചെയ്യില്ല. ഇപ്പൊ റീസെന്റ് കുറെ ഹയറിംഗ് പ്രോസസ്സിൽ ഹയർ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനി പറയും ഇത്ര 2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പൊ ഓട്ടോമാറ്റിക് യുവർ റൈറ്റ്സ് ആർ ഡിനൈഡ്. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ കല്യാണം കഴിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇവരെന്ത് ചെയ്യില്ല. അതേപോലെ കല്യാണം ഇമ്മീഡിയറ്റ്ലി കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾ കമ്പനി ഹയർ ചെയ്യില്ല പെണ്ണുങ്ങളെ. എന്താണ്, ഈ അടുത്ത് കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഹയറിംഗ് പ്രോസസ്സിൽ വുമണിനെ ഹയർ ചെയ്യുന്നത് കുറച്ചു. ജസ്റ്റ് ബിക്കോസ് ഓഫ് മാറ്റർനിറ്റി ലീവ് കൂട്ടിയുണ്ട്. ദാറ്റ് ഈസ് നെഗറ്റീവ് ഇന്റേണാലിറ്റി ഓഫ് സംതിങ്. ഇഫ് യു ആർ പോസിറ്റീവ്ലി ഇന്റൻഷൻ വെച്ച് ചെയ്താലും അതിന് ചിലപ്പോൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്ത് ചെയ്യാം, വരാം. സോ അങ്ങനെയുള്ള വുമൺ എന്ത് ചെയ്യാറുണ്ട്, ഇതുപോലെ ചെയ്യാറുണ്ട്. ഇനി റിലീജിയനിലുണ്ടോ, റിലീജിയനും എന്ത് ചെയ്യുന്നുണ്ട്, വുമണിനെ എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തേക്കും നമ്മളെ റിലീജിയൻ ബേസ് ആയിട്ടും നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെ, പ്രീസ്റ്റ് ആവാൻ വുമണിന് പറ്റുമോ? പ്രീസ്റ്റ് ആവാൻ വേണ്ടി വുമണിന് പറ്റില്ല അല്ലെ. ഇപ്പൊ തമിഴ്നാട്ടിൽ റീസെന്റ് വുമൺ പ്രീസ്റ്റ് അപ്പോയിന്റ് ചെയ്തു. പക്ഷേ നോട്ട് പീപ്പിൾ ആർ അഗ്രിയിങ് വിത്ത് ദാറ്റ്. ആൾസോ ചെറിയ ചെറിയ അമ്പലത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വുമൺ പ്രീസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ശബരിമലയിൽ വുമണിന് കയറാൻ പറ്റില്ല. ബിക്കോസ് വുമൺ ഈസ് കൺസിഡർ ആസ് എ പാർട്ട് ഓഫ് ഇംപ്യൂരിറ്റി. സോ പൊല്യൂഷന്റെ പാർട്ടാണ്. സോ ഓട്ടോമാറ്റിക്കലി വുമണിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിനൈ ചെയ്യുന്നുണ്ട്. ഹാജി അലി ദർഗയിൽ വുമണിനെ അലോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നൗ ഇറ്റ്സ് അലോ. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ് അഗെയിൻ എന്താണ്, സൊസൈറ്റി ഈസ് നോട്ട് എഗ്രിയിങ്. ആൻഡ് വുമണിനെ മോസ്കിൽ എൻട്രി ഇല്ല. ഇറ്റ് ഈസ് ഓൾസോ എന്താണ്, ഡിനയിങ് ആണ്. ഇവൺ ഇൻ ബുദ്ധിസം എന്താണ്, ബുദ്ധിസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വുമണിന് കയറാമെന്ന് പറയുന്നുണ്ട് സംഘത്തില്. ഓക്കെ, ബുദ്ധിസ്റ്റ് സംഘയിൽ വുമണിന് കയറാം. പക്ഷെ വുമൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, they have to take the permission of husband before joining സംഘ. ആക്ച്വലി ബുദ്ധയ്ക്ക് എന്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല, വുമണിനെ കയറ്റാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് മൊമെന്റ് ബുദ്ധയ്ക്ക് അറിയാം, വുമണിനോട് ഇതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ ഇത് മൊത്തം അലമ്പാവും എന്നുള്ളത് അറിയാം. ഇവന്മാരെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇതാക്കണ്ടേ. അപ്പം ഇതിലൊരു ഇയാൾ ആരെ ചോദിച്ചു, ഇയാളുടെ ബുദ്ധന്റെ ഫോളോവർ ചോദിച്ചു, അല്ല നമുക്ക് സാൽവേഷൻ കിട്ടും, നമുക്ക് സ്ത്രീകൾ അലോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ബുദ്ധ പറഞ്ഞു, ബുദ്ധ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ബുദ്ധനോട് ഇയാൾ ചോദിച്ചേ, നമുക്ക് സാൽവേഷൻ കൊടുത്തിട്ട് സ്ത്രീകൾക്ക് സാൽവേഷൻ കൊടുക്കാൻ തിരിക്കുക എന്ന് പറയുന്നത് മോശമല്ലേ ചോദിക്കും. അപ്പൊ ബുദ്ധയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ത്രീകളെ കയറ്റണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ആ പോയിന്റിലാണ് ബുദ്ധിസ്റ്റിൽ പിന്നീടാണ് സ്ത്രീകൾക്ക് എൻട്രി കിട്ടിയത്. ഇനിഷ്യലി ബുദ്ധിസ്റ്റ് സംഘങ്ങളിൽ എന്തുണ്ടായിരുന്നില്ല, വുമൺ എൻട്രി ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നീട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പം ഇതൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വുമണിനെ കയറ്റാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സാൽവേഷൻ കിട്ടില്ല. വിച്ച് ഈസ് വി ആർ അഗൈൻ ഡൂയിങ് എ റോങ് ഫുൾ തിങ്. പക്ഷെ ബുദ്ധയ്ക്ക് അറിയാം വുമണിന്റെ എൻട്രി എന്ന് പറയുന്നതോടുകൂടി ചിലപ്പോൾ ദർ വിൽ ബി ഇഷ്യൂസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. വൺ റീസൺ ഓഫ് ഡിക്ലൈനിങ് ഓഫ് ബുദ്ധിസ്റ്റ് സംഘ ഓൾസോ സീസ് ദാറ്റ് എൻട്രി ഓഫ് വുമൺ എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ചെയ്യുന്ന പല ഹിസ്റ്റോറിയൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇത് അലമ്പായി സംഭവം. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ആദ്യം എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ റിലീജിയൻ ഇസ് നോട്ട് ട്രീറ്റിംഗ് ഈക്വലി. ബുദ്ധിസത്തിൽ ചേരാം, ബട്ട് യു നീഡ് എ പെർമിഷൻ. അപ്പൊ ബുദ്ധ പറഞ്ഞതാ, ലെറ്റ് ദം ജോയിൻ, ബട്ട് ബിഫോർ ദേ ജോയിൻ ദേ ഷുഡ് ടേക്ക് ദ പെർമിഷൻ ഓഫ് ദെയർ ഹസ്ബൻഡ് എന്നുള്ളതാണ്.
ഇപ്പൊ ആയിരുന്നെങ്കിൽ എല്ലാ ഹസ്ബൻഡും സമ്മതിച്ചില്ലെന്ന് തോന്നുന്നു. സോ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇപ്പൊ മെയിൽ കാറ്ററിന് അപ്രൂവൽ എടുക്കണം. അതിപ്പോ സ്ലേബ്സിനും ബുദ്ധിസത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ആര് അപ്രൂവൽ എടുക്കണം? മാസ്റ്റേഴ്സിന്റെ അപ്രൂവൽ എടുക്കണം. ഇക്കാലിറ്റിയാണ് പറയെങ്കിലും ഏതെങ്കിലും സ്ലേബ് പോയിട്ട് ചോദിക്കുകയാണ് മാസ്റ്റർ എനിക്കൊന്ന് ബുദ്ധിസ്റ്റ് അങ്ങിൽ ജോയിൻ ചെയ്യണം, ഇനി തൊട്ട് പണിയെടുക്കാൻ വയ്യ. മാസ്റ്റർ സമ്മതിക്കും? ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പം പക്ഷെ പ്രീസ്റ്റ്ഹുഡ് ഇതിനകത്ത് ഹിന്ദുസത്തിൽ പ്രീസ്റ്റ്ഹുഡ് സോൺലി റിസർവ് ഫോർ മെയിൽ മെമ്പേഴ്സ്. ഇൻ ഇസ്ലാം വുമൺ ആർ മോസ്റ്റ്ലി നോട്ട് അലൗഡ് ഇൻ കോമൺ വർഷിപ്പ് പ്ലേസസിൽ എന്ത് ചെയ്യുന്നില്ല, എല്ലാ റിലീജിയനും എന്ത് ചെയ്യുന്നുണ്ട്, വുമൺ അഗേൻസ്റ്റ് ആണ്. ഓൾ റിലീജിയൻ ആർ ബേസിക്കലി അഗേൻസ്റ്റ് വുമൺ. ആൻഡ് ഇഫ് എനിബഡി ഹാസ് നോട്ട്, ഒരിക്കലും റിലീജിയത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആരെ വിശ്വസിക്കാൻ പാടില്ലാത്തത്? വുമൺ ആണ്. കാരണം ഒരു റിലീജിയനും വുമണിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓൾ റിലീജിയൻസ് ആർ അഗേൻസ്റ്റ് വുമൺ. എനി റിലീജിയൻ യു ടേക്ക്, നോ റിലീജിയൻ ട്രീറ്റ് വുമൺ ഈക്വലി. But who is most believer and the preservator of religion? Again, woman. So that is the contradiction. But ആണുങ്ങളെ വിശ്വസിക്കാം, കാരണം ആണുങ്ങൾക്ക് പ്രിവിലേജ് ഉണ്ട് റിലീജിയനിൽ വിശ്വസിക്കുമ്പോൾ. അപ്പൊ ആണുങ്ങൾ റിലീജിയനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റിലീജിയൻ കുറെ പവർ ആർക്ക് കൊടുക്കുന്നുണ്ട്? ആണുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും പവർഫുൾ പൊസിഷൻ ആണുങ്ങളായിരിക്കും. റിലീജിയനിൽ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും പൊസിഷൻ. അതുകൊണ്ട് ആര് ബിലീവ് എത്തിസ്റ്റ് ആയാലും ആദ്യം ആരെ എത്തിസ്റ്റ് ആവണം? ശരിക്കും വുമൺ ആണ് ഏറ്റവും കൂടുതൽ എത്തിസ്റ്റ് ആവുന്നത് കേട്ടോ. പിന്നെ ഇന്ത്യയിൽ ചോദിച്ചാൽ മതി, വിഷയമൊന്നുമില്ല. So Valby argued that feminism, although women found in representation in economic and political sphere ഉണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യുന്നില്ല, ഈ കംപ്ലീറ്റ് മെയിൽ ഗെയ്സിന്റെ ഇടയിൽ നിന്ന് ഇവരെ എന്ത് ചെയ്യുന്നില്ല, ലിബറേറ്റ് ചെയ്യുന്നില്ല. സോ ദർ ഈസ് ഡെമോക്രസി, ഈക്വൽ റൈറ്റ്സ് ഓഫ് വോട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും പാട്രിയാർക്കിന്റെ അണ്ടറിൽ തന്നെയാണ് ആരെന്ന് പറയുന്നത്, വുമൺ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സാൽവിയ വാൽബി പറയുന്നത്. So these are the 5 areas of discrimination, violence faced by women. ഏതൊക്കെയാണ് സാൽവിയ വാൽബി പ്രകാരം? ഒന്ന് വർക്ക് സ്പേസിലുണ്ട്, ഡൊമസ്റ്റിക് ഉണ്ട്, സ്റ്റേറ്റിലുണ്ട്, വയലൻസിലുണ്ട്, ആൻഡ് റിലീജിയൻ. ഓൾ ദിസ് ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്? ബിക്കോസ് ഓഫ് പാട്രിയാർക്കി വുമൺ ആർ സഫറിങ് ബിക്കോസ് ഓഫ് ദിസ് എന്നുള്ള രീതിയിലാണ് സാൽവിയ വാൽബി പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നാളെ ക്ലാസ് ഇല്ല കേട്ടോ. നാളെ ഭാരത് ബന്ദാണ്. നാളെ ക്ലാസ് ഇല്ല, നാളെ ബന്ദാണ്. ഇവിടെ മീൻസ് എല്ലാം ഒന്നും കടയൊന്നും തുറക്കൂല എന്നാണ് പറയുന്നത്. ബസ് ഓടില്ല. അപ്പം ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇത് ചില്ലാട്ട് കുടിക്കാൻ നമുക്കല്ല. തൊട്ട് എ സെന്റർ ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ നാളെ എന്തുണ്ടാവില്ല, ക്ലാസ് ഉണ്ടാവില്ല. ഇനി എന്ന ക്ലാസ് ഉണ്ടാവുക? വ്യാഴാഴ്ചയാണ് ക്ലാസ് ഉണ്ടാവുക. നാളെ ബുധനാഴ്ച അല്ലേ? ഇനി ഇതുവരെയുള്ള റിവിഷൻ ചെയ്യാം കേട്ടോ. ഓൺലൈൻ ആരും ആൻസർ എഴുതി അയച്ചില്ലല്ലോ. അയക്കാം സർ. ആൻസർ ചെയ്തു കേട്ടോ. താങ്ക് യു. വർക്കാവട്ടെ.